എന്നോടൊരു കോപ്പും പറയണ്ട. ഫ്രണ്ടിൽ ഇരുന്ന് ഇങ്ങനെ യൂറിൻ പാസ് ചെയ്യലും കാണിക്കലും ഞങ്ങളുടെ മുമ്പിൽ ഞങ്ങൾക്ക് വളരെ മോളും വീട്ടിലപ്പോ ചേച്ചി വിളിക്ക് കൊച്ചു ഫോൺ എടുത്തോളൂ എന്ന് പറഞ്ഞു. ചേച്ചി എനിക്ക് നമ്പർ കൊടുത്തു. ചേച്ചി ആദ്യത്തെ വിളിച്ചു, ഫോൺ റിങ് ഉണ്ട്, കൊച്ചു ഫോൺ എടുക്കണില്ല. എനിക്ക് അകത്തേക്ക് കയറാനും പറ്റും. മോള് ആഹാരം കഴിക്കും, മോന് ജിഷ മോന് ആഹാരം കഴിക്കും, മോന് ആഹാരം ഉണ്ട് കേട്ടോ. മുറ്റത്തിരുന്ന് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തീപ്പെട്ടി തരാവോ എന്ന് ചോദിച്ച ഒരാൾ വന്നായിരുന്നു. എനിക്ക് ഇഷ്ടമല്ല, ഞാൻ എന്നോട് വർത്താനം പറയണ്ട. ഞാൻ അങ്ങനത്തെ ഒരു ജോലിക്ക് ഇന്നേ വരെ പോയിട്ടില്ല. എൻ്റെ മുമ്പിൽ കൊച്ചിൻ്റെ ബോഡി ഇങ്ങനെ പെട്ടി കൊണ്ടുവന്ന് വെച്ച് തന്നപ്പോഴാണ് എൻ്റെ കൊച്ചു മരിച്ചു എന്ന് ഞാൻ അറിയണത്. എന്നാൽ അവളുടെ മുമ്പിലൊക്കെ ഇട്ട് കൊടുക്കുക, അവള് തിന്നട്ടെ എന്ന് പറഞ്ഞു. അന്ന് ജിഷ മരണപ്പെടുന്ന അന്ന് ചേച്ചി ഏതെങ്കിലും ഷോപ്പിൽ പോയിട്ട് അന്ന് ലൈറ്റ് ചോദിക്കുവോ അങ്ങനെ? അത് ഞാൻ പറയാലോ. ഈ കൊച്ചു മരണപ്പെടുന്ന അന്ന് രാത്രി ഈ കാര്യത്തിൽ ചേച്ചി പറയും. ഒരു മിനിറ്റ് അങ്ങനല്ല ഞാൻ ചോദിച്ചതിന് മറുപടി പറയും. ചേച്ചി ഇങ്ങനെ വലിച്ചു നീട്ടി എങ്ങനെ പോകാതെ? അമീറുൽ ഇസ്ലാം നിരപരാധിയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് കേൾക്കാതെ എന്നെ ധിക്കരിച്ചുകൊണ്ടാണ് രാത്രി അവര് ഈ ജാറിൽ കണ്ടെത്തിയ വിരൽപ്പാടുകൾ ഈ പ്രദേശവാസികളുടെ ആരുടെയും അല്ല എന്നുള്ളത് അന്നേ തെളിയിക്കപ്പെട്ടുള്ള കാര്യമാണ്. ജിഷ മദ്യപിക്കുമായിരുന്നു. ഈ കുട്ടിയുടെ ജീവൻ പോയിരുന്നു. ചേച്ചി പുറത്തു പോയ സമയത്ത് എന്റെ പിള്ളിക്ക് എപ്പോഴും പേടിയാ. സന്ധ്യയാവുമ്പോ ഒരു കുഞ്ഞു പുഴുവിനെ കണ്ടാ പോലും അയാൾ പോകില്ല. ആ പള്ളിയിൽ നിന്ന് വാങ്ങ് കിട്ടും. വൈകുന്നേരത്തെ നിസ്കാരത്തിന്റെ ദീപം ഒപ്പ് വെച്ചു എന്ന് പറയുന്നുണ്ട്. അതെ, ദീപം ഒപ്പ് വെച്ചു കൊടുക്കേണ്ട കാര്യമില്ല. കൊച്ചിന്റെ അച്ഛൻ ജീവിച്ചിരിക്കണം. ചേച്ചി നമുക്കൊന്ന് ഇരുന്ന് സംസാരിക്കാൻ പറ്റുമോ? ഒരു 4 വാക്ക്. ഞാനൊരു മാധ്യമപ്രവർത്തന. ഇത് വേണ്ട, നിങ്ങൾ പൊക്കോ. ഒട്ടും താല്പര്യമില്ല, വേറെ ഒന്നുമില്ല. എനിക്ക് കൊലപാതകത്തോട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ജിഷയുടെ അമ്മയ്ക്ക് മാത്രം അറിയുന്ന അത് എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്റെ കൊച്ചിന്റെ കാര്യത്തിന് എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഒരു 2-3 മിനിറ്റ് ഞങ്ങളോട് ജസ്റ്റ് സംസാരിക്കാം. എനിക്കത് സംസാരിക്കാൻ സമയമില്ല. മൈക്കൊക്കെ ഒന്ന് മാറ്റിട്ടോ. ഞാൻ ആകെ വിഷമത്തിലാണ്. ഒന്നത് എനിക്ക് വിശന്നിട്ട് വെള്ള കയ്യിൽ കാശുമില്ല. ഭയങ്കര വിഷമത്തിലാണ് ഞാൻ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന സമയം. ഇപ്പം വേണ്ട, മൈക്ക് മാറ്റിക്കും. എനിക്ക് നിങ്ങളോട് ഒട്ടും സംസാരിക്കണമെന്ന് താല്പര്യമില്ല. നിങ്ങൾ പൊക്കോ. ഇല്ല എനിക്ക് സംസാരിക്കണമെന്നില്ല. നിങ്ങൾ പൊക്കോ. ഇത് വേണ്ട, എനിക്ക് ഇങ്ങനെ സംസാരിക്കണമെന്ന് താല്പര്യമില്ല കേട്ടോ. ഈ ഉണ്ടായ പ്രശ്നങ്ങൾ എന്താണെന്നുള്ള സത്യസന്ധമായിട്ട് ജിഷയുടെ അമ്മയ്ക്കല്ലാതെ വേറെ ആർക്കും ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ വേണ്ടി പറ്റില്ല. ഞാൻ രാവിലെ കൊച്ചിനെ കണ്ടുകൊണ്ട് വീട്ടിൽ നിന്ന് പോയതാ. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഞാൻ കൊച്ചിനെ കാണാത്തതുകൊണ്ട് കരഞ്ഞു ബഹളം വെച്ചപ്പോൾ അയൽവാസികൾ പോലീസിനെ വിളിച്ചു. പോലീസുകാർ വന്നാണ് അതിന്റെ ബാക്കിത്തെ വിവരങ്ങളൊക്കെ അവർക്ക് അറിയാവുള്ളൂ. ഒരുപാട് പേര് ചേച്ചി ആക്ഷേപിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പുറത്ത് വാർത്തകളായിട്ട് പുറത്ത് വരുന്നുണ്ട്. പക്ഷേ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പുറത്ത് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണിത്. ചേച്ചി ഞങ്ങളോട് സഹകരിക്കണം. നമ്മുടെ പ്രിയപ്പെട്ട ജിഷ മരണപ്പെട്ട ആദ്യ മണിക്കൂറുകളിൽ വലിയ ചർച്ചയൊന്നും ആയിരുന്നില്ല. പോലീസ് ആണെങ്കിലും നാട്ടുകാരാണെങ്കിലും മുഖവലിക്ക് അത് എടുത്തില്ല. പക്ഷെ പിന്നീട് അത് വലിയ ചർച്ചയാവുകയും കേരള മനസാക്ഷിയെ പിടിച്ചുകുലുക്കിയ ഒരു കൊലപാതകമായി അത് മാറുകയും ചെയ്തു. എന്താണ് ജിഷയുടെ അമ്മയ്ക്ക് നമ്മളോട് പറയാനുള്ളത് നമുക്ക് നോക്കാം. നാട്ടുകാരുടെ ഒരുപാട് സംശയങ്ങൾ, നമ്മുടെ ജനങ്ങൾ മുഴുവൻ അവരുടെ ഉള്ളിൽ വേദനയായിട്ട് ഏറ്റിയതാണ്. ജിഷയെ ഉള്ളിൽ ഏറ്റിയതാണ്. എല്ലാവരുടെ ഉള്ളിലെ വേദനയാണ് ജിഷ. അതെനിക്കറിയാം. ധാരാളം വിഷമമുള്ള ഒരാളാണ്. ആ കൊച്ചിനെ 10 മാസം ചുമന്ന് പ്രസവിച്ച ഒരു അമ്മയാണ്. തീർച്ചയായിട്ടും. അപ്പൊ എൻ്റെ മകളെ ഞാൻ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് എന്നെ പോലും ഓർക്കാതെ എൻ്റെ മക്കളെ ഞാനിങ്ങനെ വളർത്തിയെടുത്തിട്ട് എല്ലാവർക്കും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം പോലെ ഞങ്ങൾക്കും ജീവിക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ലേ? ആരാണ് ഇത് ഇങ്ങനെ ചെയ്യിക്കണത്? എന്താവശ്യത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്തത്? എൻ്റെ കുഞ്ഞിനെ കൊന്നത്. ഞാൻ വീട്ടിൽ വരുമ്പോൾ ഞാൻ കൊച്ചിനെ കണ്ടില്ല. വീടിൻ്റെ ഫ്രണ്ടിലുള്ളവരായിരുന്നു ആദ്യം ഞങ്ങളെ കൊല്ലും എന്നും പറയാറുണ്ട് സ്ഥിരമായിട്ട്. നിങ്ങളോട് അവർക്ക് വൈരാഗ്യം ഉണ്ടായിരുന്നോ? ഞങ്ങൾ അവരുടെ വീട്ടിലൊന്നും പോവാറില്ല. അപ്പൊ അവര് ഒരു മോൻ വലിയ കുഴപ്പമില്ല, പെൺപിള്ളേരും വലിയ തെറ്റില്ല. അപ്പനും അമ്മയും അതിലേളെ ഒരു മോനും ഭയങ്കര ശല്യമായിരുന്നു എപ്പോഴും. ഏത് രീതിയിലുള്ള ശല്യമായിരുന്നു? ശല്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടുത്തെ പോയി കൊടുക്കാൻ പറഞ്ഞുകൊണ്ടാണ് എപ്പോഴും. ജിഷ പറയണത് അമ്മ ഇങ്ങ് പോരെ, അവരുടെ ഒപ്പം ഒന്നും പറയാൻ നിൽക്കണ്ട. കൊച്ചിനാണെങ്കിൽ എപ്പോഴും എന്താ പറയുക, വലിയ വിഷമമാണ്. എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറയണതോ ഇങ്ങനെ ഒരാൾ വന്ന് ബഹളം ഉണ്ടാക്കണതൊക്കെ വിഷമമാണ്. അപ്പം അതുകൊണ്ട് അവളെന്നെ കൈ പിടിച്ച് വലിച്ച് നമുക്കുടെ വീട്ടിലിപ്പോൾ ഒരു ഭർത്താവ് ഉണ്ടെങ്കിൽ നമ്മൾ ചോദിക്കണ്ട. ഇതിപ്പോൾ നമ്മുടെ ഭർത്താക്കന്മാരില്ലാത്ത സ്ഥിതിക്ക് ഇവരിങ്ങനെ അയൽക്കത്തുള്ളവർ ശല്യം ചെയ്യും നിരന്തരം. 2 ആൺകുട്ടികളും 3-4-5 പെൺപിള്ളേരും ഉണ്ടായിരുന്നു. വലിയ കുട്ടികളാണ്. ഒരു 10-25 വയസ്സിന് മുകളിലൊക്കെ കാണും അവർക്ക്. ഏത് രീതിയിലുള്ള ഒരു പെരുമാറ്റമായിരുന്നു അവരുടെ ഭാഗത്തുനിന്ന്? അവർ വന്നിട്ട് അവിടെ നിന്നിട്ട് ഇങ്ങോട്ട് പറയുകയാണ് ഞങ്ങളോട്, നിങ്ങൾ ഇവിടുന്ന് പോകണം, അമ്മയും മോളും പോകണം, അല്ലെങ്കിൽ ചീത്ത വിളിക്കും, തെറി വിളിക്കും. 10-30 കൊല്ലം ഞങ്ങൾ ഒരുപാട് വേദനകൾ അനുഭവിച്ചാൽ ഞങ്ങൾ അവിടെ ജീവിച്ചത്. ഏതെങ്കിലും രീതിയിൽ മോശമായിട്ടുള്ള ബിഹേവിയർ അവരുടെ ആരുടെയും ഭാഗത്തുനിന്നുണ്ടായിരുന്നു? അവരായിരുന്നു അയൽക്കത്തു നിന്നുള്ള ആളുകൾ ഞങ്ങളെങ്ങനെ പുറത്തുനിന്ന് വിടും പറയാൻ പറ്റില്ല. ഭയങ്കര നമ്മൾ ബാത്റൂമിൽ ടോയ്ലറ്റിൽ പോണ പോലെയൊക്കെ ഉള്ളവർ നമ്മുടെ
നേരെയൊക്കെ വന്നുള്ള പ്രവർത്തനങ്ങളും. ജിഷമോള് ആ വീട്ടിലുള്ളപ്പോൾ ഇവര് ആ വീടിന്റെ മുറ്റത്ത് വന്നു നിങ്ങളുടെ വീടിന് നേരെ ഇങ്ങനെ വളരെ മോശമായിട്ടുള്ള ബഹളമൊക്കെ. എന്ത് പ്രവൃത്തിയാണ് ഇവർ കാണിച്ചത്? നിങ്ങളുടെ കണ്ണിൽ കണ്ട അല്ലെങ്കിൽ മോള് നിങ്ങളോട് അമ്മയോട് പറഞ്ഞ ആ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒന്ന് പറയാമോ? ഫ്രണ്ടിൽ ഇരുന്ന് ഇങ്ങനെ യൂറിൻ പാസ് ചെയ്യലും കാണിക്കലും നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾക്ക് വളരെ വീട്ടിലുള്ളപ്പോ മോളും വീട്ടിലപ്പോ ജിഷയ്ക്ക് എത്ര വയസ്സുണ്ട്? ഒരു 10-18 വയസ്സ് എന്തായാലും. ഇവരെന്താ ഞങ്ങൾ അങ്ങോട്ട് പോകണില്ല, ഞങ്ങളൊരു പ്രശ്നത്തിന് പോകണില്ല, ഒരു വായ്പയ്ക്ക് പോകണില്ല, ഒന്നിനും പോകണില്ല. പിന്നെ എന്താ ഇവര് ഞങ്ങളിങ്ങനെ വന്ന് ശല്യം ചെയ്യണെന്ന്. അവര് ഞങ്ങൾ അന്വേഷിക്കുക അത്രേ ഉള്ളൂ. പക്ഷെ അന്വേഷിക്കലൊന്നും ഉണ്ടാവില്ല. ജിഷമോള് മരണപ്പെടുന്നതിന് എത്ര നാളുകൾക്ക് മുൻപാണ് ഈ സംഗതി അവസാനമായിട്ടുണ്ടായെന്ന് പറഞ്ഞാൽ എനിക്കാണ് ആദ്യം പറ്റിയത്. ഫ്രണ്ട് കിടക്കണ കളമ്പാടം പറയുന്നത് അവരാണ് വന്ന് നിന്നേച്ച് ഇങ്ങോട്ട് വന്നേച്ച് പറഞ്ഞു അമ്മേനെയും മോളെ ഞങ്ങൾ കൊല്ലാൻ പറ്റില്ലെങ്കിൽ കാശ് കൊടുത്ത് ആളെ വെച്ച് കൊല്ലും. ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഉറക്കെ പറഞ്ഞു. പിന്നെ അവരെല്ലാവരും അവരെല്ലാവരും കുറെ പേരുണ്ടായിരുന്നു. ഇവരൊരു ഗാങ്ങായിട്ടാ വന്നെ. ആ അത് കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു നിന്റെ മോളും നേരം വെളുത്ത് പഠിക്കാൻ മുള്ളടി ഒരു തമിഴ് വണ്ടി വന്ന് ഇടിച്ചു കൊന്ന കേസ് എങ്ങനെ തെളിയിക്കൂടിയെന്ന്. ശേഷം എത്ര നാൾ കഴിഞ്ഞിട്ടാണ് ജിഷ മരണപ്പെടുന്നത്? അന്നത്തെ ദിവസം എന്നോട് മോള് പറഞ്ഞു തറ മണ്ണാണ്, ഒരു തട്ടുണ്ട്, ആ തട്ടയിലാണ് ഞാനും മോളൊക്കെ ഇരിക്കുകയും കിടക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ കൊച്ചു പറഞ്ഞു അമ്മ ഒരു കാര്യം ചെയ്യും, നമുക്ക് ഇവിടെ ഇച്ചിരി ചാണാനിട്ട് ഇച്ചിരി കരിയോയിൽ എന്തെങ്കിലും ഒരു ചൂലൊക്കെ മേടിച്ചുകൊണ്ട് വരാം. വന്നൊരു പള്ളിയിൽ പോയി എനിക്ക് ഇച്ചിരി കാശിട്ട് ഒരു പൊതി ചോറൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. അത് ഉണ്ണാന്ന് കോർത്താണ് ഞാൻ വീടിൻ്റെ അടുത്ത് വരെ ഇത്രയും ദൂര. അവിടെ 4 പോസ്റ്റ് ഉണ്ട് ഇതുപോലെ. അപ്പൊ ഇതിന്റെ ഈ പോസ്റ്റിന്റെ ലൈറ്റ് സ്വിച്ച് കുത്തുന്നത് ഇവരാണ്. അതായത് ആ ഇലക്ട്രിക് പോസ്റ്റ് ഉള്ളത് അവരുടെ വീടിനോട് ചേർന്നായിരിക്കുന്നത്. ഒരിക്കൽ ഞാൻ ഇത് കാണാൻ കാരണം എന്ന് വെച്ചാൽ ഈ വീട്ടിന്റെ ഈ പരിസരത്ത് നിന്ന് ചില സമയത്ത് ഇരുട്ടാക്കും. അവര് വിചാരിച്ചാൽ ആ സ്ട്രീറ്റ് ലൈറ്റ് കത്തിക്കാം ഒക്കെ ചെയ്യാം. അന്ന് ജിഷ മരണപ്പെടുന്ന അന്ന് ചേച്ചി ഏതെങ്കിലും ഷോപ്പിൽ പോയിട്ട് അന്ന് ലൈറ്റ് ചോദിക്കുവോ? അങ്ങനെ അത് ഞാൻ പറയാലോ. ഈ കൊച്ചു മരണപ്പെടുന്ന അന്ന് രാത്രി ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ പിള്ളേരും കൂടി ഞങ്ങൾ കടയിലേക്ക് കയറി ചെല്ലുമ്പോഴാണ് പുള്ളിക്കാരി അവിടെ ഉള്ളത്. ഏകദേശം സമയത്തായിട്ടുണ്ടാവും. അത് ഞങ്ങൾ ഓർക്കുന്നത് ശരിക്കും ഇരുട്ടായിരുന്നു. പുള്ളിക്കാരി ടോർച്ച് ചോദിച്ചോണ്ടാണ് നിൽക്കണത്. അപ്പൊ ടോർച്ച് ചോദിക്കാൻ പുള്ളിക്കാരി പറഞ്ഞതെന്ന് വെച്ചാൽ നല്ല ഈ എന്താ പറയുക നമ്മളെ ലോങ്ങിൽ വെട്ടം കിട്ടുന്ന ടോർച്ചില്ല, അങ്ങനത്തെ ടോർച്ച് വേണമെന്ന് പറഞ്ഞാൽ കടയിൽ നിൽക്കുക. അപ്പോൾ ആ ചേട്ടന്മാർ പറഞ്ഞു അങ്ങനത്തെ ടോർച്ച് കടയിലില്ല എന്ന് പറഞ്ഞു വിടുന്ന അങ്ങനെ ഒരു സിറ്റുവേഷനാണ് ഞങ്ങൾ കണ്ടത്. അന്നേരം പുള്ളിക്കാരി അവിടെ കടയിൽ നിന്ന് അവരോട് എന്ത് ചൂടായിക്കൊണ്ടൊക്കെ ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി പോകാനുണ്ട്. പിന്നെ ആ പുള്ളിക്കാരി വണ്ടിയിൽ ഇരുന്ന് കരയണത് വേറൊരു കൊച്ചു കണ്ടു. അത് ഞാൻ പറയാലോ. അപ്പൊ ഞാൻ എന്താന്ന് വെച്ചാൽ ഞാൻ വന്ന വഴി അവരുടെ വീട്ടിൽ നിന്ന് ആ വണ്ടി ഷാർട്ടാക്കണായിട്ട് എന്നെ ഇടിക്കാൻ കൊണ്ടു. എന്റെ ഈ വീട് കൂടിയാണെങ്കിൽ അവരുടെ വീട് അവിടെ നിന്ന് ഇങ്ങനെയാണ് ബൈക്ക് വന്നത്. അപ്പൊ വണ്ടി വന്ന ഇങ്ങനെ നേരെ വന്നപ്പോൾ ഞാൻ ഒഴിഞ്ഞു കൊടുത്തു, അങ്ങോട്ട് സൈഡിലേക്ക് ഒതുങ്ങി കൊടുത്തു. അപ്പോൾ അവൻ ആ വണ്ടി ഇങ്ങനെ നേരെ കൊണ്ടുവന്ന വണ്ടി ഇങ്ങനെ ചെരിച്ച് വെട്ടിച്ചിട്ടാണ് കംപ്ലീറ്റ് എന്നെ ഇടിച്ച് കയറ്റിയത്. എൻ്റെ തലയ്ക്കൊക്കെ വലിയ മുറിവൊക്കെ ഉണ്ടായിരുന്നു. ആദ്യം പെരുമ്പാവൂർ പോയി. പെരുമ്പാവൂർ വന്നപ്പോൾ അവിടെ എടുത്തില്ല. അപ്പോൾ എന്നോട് ഡോക്ടർമാർ പറഞ്ഞു ഈ ചേച്ചീനെ എറണാകുളത്തേക്ക് എവിടെയെങ്കിലും കൊണ്ടുപോകും. എറണാകുളം ഗവൺമെന്റ് ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. അന്ന് ആ ആക്സിഡന്റ് വരുത്തിയത് ആരാണെന്നാണ് വിചാരിക്കുന്നത്? അതൊരു ഹിന്ദിക്കാരനെ ബായി തന്നെയാണ് ആ വണ്ടി കൊണ്ടുവന്നത്. ഞാൻ വരുമ്പോ വീട് ഭയങ്കര ഇരുട്ടാ. അന്ന് ഈ സ്ട്രീറ്റ് ലൈറ്റ് അവർ ഊരിയിട്ടുണ്ടോ? ഉണ്ടാവണം എല്ലാം ഊരി മൊത്തം എന്ന് വെച്ചാൽ ഇരുട്ടാ. എല്ലായിടത്തും വെട്ടമുണ്ട്. നമ്മുടെ വീടിന്റെ ഇവിടെ മാത്രം എല്ലാ വീട്ടിലേക്ക് മാത്രം ഉണ്ടാവൂല. അവിടെ ഇരുട്ടായിരുന്നു അത്രയും ഭാഗം. എന്റെ വീട്ടിലും വെട്ടമുണ്ടായിരുന്നില്ല. കൊലപാതകം നടക്കുന്നതിന് തൊട്ട് മുൻപ് ജിഷ പറയുന്നുണ്ട് ഇതാണ് നിങ്ങളെ ഒന്ന് വിശ്വസിക്കാൻ കൊള്ളാത്തതെന്ന്. ആരെയാണ് വിശ്വസിക്കാൻ കൊള്ളാത്തത്? ആരെക്കുറിച്ചാണ് ജിഷ പറഞ്ഞത്? ഈ പറഞ്ഞ കാര്യവുമായി അമീറുൽ ഇസ്ലാമിന് എന്താണ് ബന്ധം? യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിലാണ് കാര്യങ്ങളുടെ വീട്ടിൽ ചെന്നതിന് ശേഷമുള്ള കാര്യങ്ങൾ അപ്പൊ ആ ചേച്ചിയുടെ വീട്ടിലൊക്കെ ഞാൻ പോയി മിറ്റ് അടിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാം. ഞാൻ പറഞ്ഞു മോളിങ്ങനെ പഠിക്കുകയാണ്. അപ്പൊ ആ ചേച്ചി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എന്നോട് ഫോണിന്റെ നമ്പർ കൊടുക്കാവോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ മരിച്ച അന്നത്തെ ദിവസം. അപ്പൊ ഞാൻ പറഞ്ഞു നമ്പർ തരാം, കുഴപ്പമില്ല. ജിഷയുടെ കയ്യിലൊരു ഫോണുണ്ട്. എന്ന് വെച്ചാൽ എനിക്ക് ഷുഗർ ഒക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴും വയ്യാതൊക്കെ ഇരിക്കുന്ന ആളാണ്. അമ്മയ്ക്കൊന്നും വയ്യാതായ ആരെങ്കിലും കൊണ്ടെങ്കിലും വിളിപ്പിക്കാമല്ലോ. ആ നമ്പർ ഞാൻ ആ ചേച്ചിക്ക് കൊടുത്ത് ചേച്ചി ഒന്ന് വിളിക്കുന്നു പറഞ്ഞു. കനാലിൽ വെള്ളമൊക്കെ നിന്നിട്ട് കുറച്ച് ദിവസങ്ങളായി ഞങ്ങൾ കുളിച്ചിട്ടില്ല, അലക്കിയിട്ടില്ല, അതുകൊണ്ട് ഒന്നും പോരെന്ന് പറഞ്ഞാൽ പോകുന്നത്. ഞാൻ നോക്കിയപ്പോൾ ചേച്ചി വിളിക്ക്, കൊച്ചു ഫോൺ എടുത്തോളൂ എന്ന് പറഞ്ഞു. ചേച്ചി എനിക്ക് നമ്പർ കൊടുത്തു. ചേച്ചി ആദ്യത്തെ വിളിച്ചു, ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, കൊച്ചു ഫോൺ എടുക്കണില്ല. അപ്പോൾ എനിക്ക് വിഷമം തോന്നിയപ്പോൾ ഒന്നുകൂടെ വിളിക്കിച്ചെന്ന് പറഞ്ഞു. രണ്ടാമതും ചേച്ചി വിളിക്കുന്നുണ്ട്. രണ്ടാമതും വിളിച്ചപ്പോഴും ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, കൊച്ചു ഫോൺ എടുക്കല. ഞാൻ ആ ചേച്ചിയുടെ വീടിന്റെ മുറ്റത്ത് തന്നെ ആ ചേച്ചിനെ കൊണ്ട് ഫോൺ വിളിപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ സമയം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യത്തെ ഫോൺ വിളിക്കാൻ പറഞ്ഞ സമയത്ത് ആ പള്ളിയിൽ നിന്ന് വാങ്ക് കേട്ടു. വൈകുന്നേരത്തെ നിസ്കാരത്തിന്റെ സമയത്തിനുള്ളൊരു വാങ്കുളി എന്ന് പറയുമ്പോൾ ഒരു 6-6:15 സമയത്തിന്റെ
ഒരു വാങ്കാണ് ആദ്യത്തെ ആ വിളി. ആദ്യത്തെ ഫോൺ വിളിയോടുകൂടി തന്നെയാണ് ആ പള്ളിയിൽ നിന്നുള്ള വാങ്ക്. അത് കഴിഞ്ഞ് വിളിച്ചു കഴിഞ്ഞപ്പോൾ 3 പ്രാവശ്യം വിളിച്ചു. 3 പ്രാവശ്യം വിളിച്ചപ്പോഴും കൊച്ചു ഫോൺ എടുക്കലില്ല, മിണ്ടനില്ല, സംസാരമില്ല, അനക്കില്ല. ഒരു വിളി അല്ലെങ്കിൽ രണ്ടാമത്തെ വിളിക്കെങ്കിലും കൊച്ചു എടുക്കണം. ഇതിപ്പോ 3 പ്രാവശ്യം വിളിച്ചിട്ട് കൊച്ചു ഫോൺ എടുക്കണല്ലോ ചേച്ചി. അങ്ങനെയൊക്കെ വിഷമിച്ചിരുന്നുണ്ടാ. പിന്നെ എന്താ ചെയ്യുന്ന, കയ്യിൽ പൈസയും കുറവാ. നിങ്ങൾ നേരെ അവിടുന്ന് ഫോൺ എടുക്കാതെ നിങ്ങൾ നേരെ വീട്ടിലേക്ക് ചെല്ലുന്നു. എന്റെ വീടിന് ചുറ്റും ഇരുട്ടാ. അപ്പൊ ഞാൻ സാധാരണ ഒരു വിളി വിളിച്ചാൽ മോനെ ജിഷമോനെ എന്ന് പറഞ്ഞ് വിളിച്ച എന്റെ കയ്യിൽ നിന്ന് ഇന്ന് എന്ത് പാപ്പ അമ്മച്ചി കൊണ്ടുവന്നേന്ന് ചോദിച്ചു കൊച്ചു പിള്ളേരെ പോലെ എന്നെ സന്തോഷിപ്പിക്കുന്നതാ. ഇത് ഒരു വിളി പോയിട്ടൊരു 10,000 കുറേ വിളിച്ചിട്ട് പോലും കൊച്ചു പുറത്തേക്ക് വന്നില്ല. മുറ്റത്തുനിന്ന് വിളിച്ചാണ് ഞാൻ ചെല്ലുന്നത്. കാരണം അകത്തുനിന്ന് കുറ്റിയിട്ടിരിക്കുകയാണ് വീട്. എനിക്ക് ഒരു കാരണവശാലും അകത്തേക്ക് കയറാൻ പറ്റില്ല. രാവിലെ 10 മണിക്ക് ഞാൻ കൊച്ചിനെയും കണ്ടുകൊണ്ട് ഞാനും കൊച്ചും ചായയും കുടിച്ച് പിരിഞ്ഞ് കൊച്ചിനൊരു ഉമ്മൊക്കെ കൊടുത്ത് കൊച്ചു എനിക്കൊരു ഉമ്മൊക്കെ തന്നു. എന്ന് വെച്ചാൽ എനിക്ക് ആക്കിക്കൊണ്ട് വരാനും ഒരു പേടിയും വിഷമമൊക്കെ എന്നെ വണ്ടി ഇടിച്ച. പിന്നെ പുറത്തേക്ക് പോയില്ലെങ്കിൽ കുടുംബത്തിലെ കാര്യങ്ങളും കൊച്ചിന് കഞ്ഞി കൊടുക്കാനൊന്നും പറ്റില്ലല്ലോ എന്ന് ഓർത്താണ് പോണത്. ഈ ആളുകളൊന്നും ചിന്തിക്കുന്നത് പോലെയല്ല ഇവിടെ സംഭവം നടന്നത്. ഞാൻ പോലും അറിഞ്ഞിട്ടില്ല എന്റെ കൊച്ചു മരിച്ചെന്നുള്ളത്. വീട്ടിലെങ്ങും പോകരുതെന്നും പറഞ്ഞാണല്ലോ കൊച്ചിനെ കണ്ടുകൊണ്ടാണല്ലോ ഞാൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയേ. കൊച്ചു വീട്ടിൽ ഉണ്ടാവുന്നല്ലേ ഞാൻ വിചാരിക്കുന്നത്. ഞാൻ വാതിൽ അടഞ്ഞു കിടക്കാണ്. ഞാൻ വാതിലെ തട്ടിയാണ് കൊച്ചിനെ വിളിക്കുന്നത്. ഞാൻ വിളിച്ച് ചെല്ലുമ്പോ കൊച്ചു പൊതി മേടിക്കാനും വല്ല എന്റെ അടുത്തേക്ക് വന്നില്ല. അപ്പൊ ഞാൻ വാതിലെ തട്ടി, ഇനി വല്ല ഉറങ്ങുക എന്താണെന്ന് അറിയില്ലല്ലോ. കറണ്ട് ഇല്ലെങ്കിൽ അവിടെ എണ്ണയോ മണ്ണെണ്ണ തിരി കത്തിച്ചാണെങ്കിലും വെക്കും. ഇത് ഒരു വെട്ടൂല. അവിടെ കഥവിന് ഇച്ചിരി വിടവുണ്ട്. ആ വിടവിൽ കൂടെ നോക്കിയിട്ട് അകത്തേക്ക് ഭയങ്കര കൂനി ഇരുട്ടാ. അതുകൊണ്ട് കൊച്ചിനെ എനിക്ക് കാണാൻ പറ്റില്ല, വാതിൽ തുറക്കാനും പറ്റില്ല, എനിക്ക് അകത്തേക്ക് കയറാനും പറ്റില്ല. കുറേ നേരം പിന്നെ ഞാൻ മുട്ടി മോനെ എന്നൊക്കെ വിളിച്ചു കുറേ നേരം വിളിച്ച് കരഞ്ഞുകൊണ്ട് നിന്നു. ഒരു നിവൃത്തിയിലാണ്. എന്റെ ശബ്ദം കേട്ടിട്ട് അയൽക്കത്തുനിന്ന് പോലും ആരും വന്നില്ല. അവസാനമാണ് ഞങ്ങൾ അവിടെ ഒരു പലഞ്ഞന കച്ചവടക്കാരനുണ്ട്. ആ കടക്കാരന്റെ വീട്ടിൽ അവരുടെ പൈസയൊക്കെ ഉള്ളപ്പോ അവിടെ പണ്ടൊക്കെ അവിടെ നിന്നാണ് അരി സാധനമൊക്കെ മേടിച്ചുകൊണ്ടിരുന്നത്. അയാളുടെ വീട്ടിലാണ് പോയത്. തൊട്ടടുത്ത് തന്നെയാ, നേരെയുള്ള വീട്ടുകാർ തന്നെയാ. ഇല നിലത്ത് വീണ ശബ്ദം കേൾക്കും. അത്ര നിശ്ചലമായിരുന്നു ആ പരിസരം മൊത്തം. ഇത്രയും വലിയൊരു കൊച്ചി, ഇത്രയും അടപ്പുകൂട്ടിയോളം വീടുണ്ടായിട്ട് ഇത്രയും വലിയൊരു കൊച്ചി കരഞ്ഞിട്ട് ഈ അയൽവാസികൾ കേട്ടില്ല എന്ന് പറഞ്ഞത് വളരെ തെറ്റല്ലേ? കടക്കാരനെ വിളിച്ച് മോനെ ഒന്ന് വന്ന് കുറെ നേരം വിളിച്ചിട്ട് അയാൾ വന്നു കഴിഞ്ഞിട്ട് പറഞ്ഞു ചേച്ചി ഒന്നോടെ വിളിക്കി എന്നും പറഞ്ഞ് എന്നെ മുടി ഒന്നോടെ വിളിക്കുന്നു പറയണം. വന്നു അയാൾ അപ്പുറത്തെ വണ്ടി കൂടെ, ഞാൻ ഇപ്പുറത്തെ വണ്ടിയിൽ, അപ്പുറത്തെ മെയിൻ അപ്പുറത്തെ ചെറിയ റോട്ടിൽ കൂടി അയാൾ അപ്പുറത്തൂടെ വന്നിട്ട് എന്ന് ഞാൻ പോലീസിനെ വിളിക്കാന്നും പറഞ്ഞുകൊണ്ട് ഇയാള് ഫോൺ ചെയ്യാണ്. ഇല്ല വന്നില്ല. ഞാനാണ് ഡോറ് തട്ടി മിറ്റത്ത് നിന്നുകൊണ്ട് വിളിക്കാൻ. ഞാൻ അകത്ത് കയറിയിട്ടേ ഇല്ല. അപ്പൊ അയാൾ അപ്പുറം നിന്നുകൊണ്ട് പോലീസിനെ വിളിക്കാന്നും പറഞ്ഞു. സാറന്മാര് വന്നപ്പോ ഒരുപാട് നേരം കഴിഞ്ഞാ വന്നേ. കുറെ നേരം കഴിഞ്ഞാ വന്നേ. അപ്പൊ എന്തേ ചേച്ചി എന്ന് പറഞ്ഞു കരയല്ലേ എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ സാറന്മാർ അവിടെ സൈഡിൽ ഇങ്ങനെ കുറെ ചെടികൾ നിൽക്കുന്നുണ്ട്. ഇരുട്ടായതുകൊണ്ട് ഞാൻ പുറകിലേക്ക് പോയില്ല. മിറ്റത്ത് നിന്നുകൊണ്ട് വാതിലും മുട്ടി കൊച്ചിനെ വിളിച്ചൊന്ന് കരഞ്ഞുകൊണ്ട് നിൽക്കുക. അപ്പൊ സാറുമാര് പറഞ്ഞു വിഷമിക്കല്ലേ. സാറുമാര് അടക്കള പുറസുടെ ആ പുറകിൽ കൂടെ അങ്ങനെ അങ്ങോട്ട് പോയി. അങ്ങനെ അങ്ങോട്ട് സാറുമാരാണ് ആദ്യം പോയത്. പോലീസുകാര് പോയി അങ്ങോട്ട് പോയിട്ട് എന്താ കണ്ടേന്നു എന്ന് എനിക്ക് അറിയില്ല. സാറുമാര് പറഞ്ഞു ഇവിടുത്തെ മെമ്പർ എവിടെയെന്ന് ചോദിച്ചു. ആദ്യം മെമ്പറെയാണ് ചോദിച്ചത്. പോയിട്ട് വന്നിട്ട് മെമ്പർ എവിടെയെന്ന് ചോദിച്ചപ്പോ എനിക്ക് എന്തോ ഒരു പന്തികേട് പോലെ തോന്നി തുടങ്ങി. ഇവിടെ ഉള്ളവരൊക്കെ എന്ത് മനുഷ്യരാണെന്നാണ് സാറുമാർ ആദ്യം ചോദിച്ചത്. ഇവിടുത്തെ മെമ്പർ എവിടെയെന്നൊക്കെ ചൂടായി വിളിച്ചോണ്ട് ഇവരെങ്ങനെയോ ഇവിടുന്ന് പാഞ്ഞെത്തി. ഞാൻ മിറ്റത്ത് കരഞ്ഞുകൊണ്ട് നിൽക്കാം. എന്നോട് ഇവര് പറഞ്ഞു ചേച്ചി നമുക്ക് ഒരിടം വരെ പോവാം, അങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് എന്നെ വിളിക്കുക. അപ്പൊ ഞാൻ നിങ്ങൾ എന്നെ ഒരിടത്തേക്കും കൊണ്ടുപോണ്ടാ. കുഞ്ഞകത്തുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും അതെനിക്ക് അറിയില്ല. കൊച്ച് അവിടെ ഉണ്ട്, ജീവനോട് കണ്ടുകൊണ്ട് പോയ കൊച്ചാണ്. വാതിലിട്ട് തുറന്നിട്ടില്ല. സാറുമാരാണ് അടക്കളപ്പുറത്ത് പോയ. സാറുമാരെന്താ കണ്ടേന്ന് എനിക്കറിയില്ല. സാറുമാരാണ് മെമ്പറെ വിളിച്ചത്. അപ്പോഴത്തേക്ക് ആൾക്കാരെ കയ്യിലൊക്കെക്കാർ വന്നു. അതുവരെ ഞാൻ കരഞ്ഞിട്ടോ ഒച്ച വെച്ചിട്ടോ ആരും വന്നില്ല. പോലീസുകാർ വന്നതിന് ശേഷമാണ് അയൽക്കത്തുള്ള ആൾക്കാർ പുറത്തേക്ക് വെള്ളം വെച്ച് ദേഷ്യപ്പെട്ടപ്പോഴാണ് ആളുകളൊക്കെ വന്നു തുടങ്ങിയത്. സാറുമാരും ഇവരും കൂടെ ബലമായിട്ട് എന്നെ പിടിച്ച് ജീപ്പി കയറ്റി ആശുപത്രിയിലേക്കാണ് എന്നെ കൊണ്ടുപോയത്. എന്നെ എങ്ങും കൊണ്ടുപോണ്ടാന്ന് പറഞ്ഞു. എന്നെ കാണിച്ചുതരാം ഇത് മാത്രമേ പറയണുള്ളൂ. അപ്പൊ പറഞ്ഞു നിങ്ങൾ എന്നെ എങ്ങും കൊണ്ട് ഇങ്ങോട്ട് വാ ചേച്ചി എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വലിച്ചാണ് എന്നെ കൊണ്ടുപോകും. എനിക്കൊരു വിഷമമുണ്ട്. കൊച്ചു സംസാരിക്കുന്നില്ല, എന്താ കൊച്ചിന് പറ്റിയേക്കണം, അങ്ങനെയൊക്കെ ഒരു ചിന്തയാണ്. പിന്നെ എനിക്ക് എന്നെ ആശുപത്രി കൊണ്ടുപോയി അവിടെ കിടത്തി എനിക്ക് ഇഞ്ചക്ഷൻ മരുന്നൊക്കെ ഏതാണ്ടൊക്കെ തന്നു. ജിഷമോൾ മരണപ്പെട്ടു എന്നുള്ളത് മനസ്സിലാവാതെ ആ വീടിന്റെ വാതിക്കൽ വന്ന് ഡോറിൽ ആഞ്ഞ് അടിച്ച് ബഹളമുണ്ടാക്കി കരഞ്ഞ് നിലവിളിച്ച ഈ അമ്മയുടെ നിലവിളി കേട്ട് അവിടെ കൂടി വന്ന നാട്ടുകാരെല്ലാവരും ചേർന്ന് പോലീസിനെ വിളിക്കുന്നു. പോലീസ് വന്ന് അവരാണ് വീടിനകത്ത് കയറി ജിഷ അകത്ത് മരിച്ചു കിടക്കുന്നത് കണ്ടത്. അതുവരെ ഈ അമ്മയ്ക്ക് ഒന്നും അറിയില്ല. പിന്നീട് പൂർണ്ണ ആരോഗ്യവതിയായ ഈ സ്ത്രീയെ എന്തിനാണ് ഇവർ ബലമായിട്ട് വന്നോളൂ നിങ്ങൾ വരൂ എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് വിളിച്ചുകൊണ്ട് പോവുകയും അവിടെ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തത്? എന്ത് മെഡിസിൻ ആയിരിക്കാം ഈ സ്ത്രീക്ക് കൊടുത്തത്? പിന്നീട് അവർ തന്നെ പറയുന്നുണ്ട് ശ്മശാനത്തിലേക്ക് അവരെ കൊണ്ടുവരുന്നു. അവരുടെ മുൻപിലേക്ക് ഒരു മിന്നൽ പോലെ കാണിച്ച് എന്തൊക്കെയോ ജിഷയുടെ ശരീരത്തിലേക്ക് തളിച്ച് തീ കൊളുത്തുകയാണ് എന്നുള്ളതാണ് അവർ പറയുന്നത്. അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ദീപയാണ് ആദ്യം കരഞ്ഞു ഓടി വന്നത്. ദീപ കരഞ്ഞുകൊണ്ട് വന്നപ്പോൾ എനിക്ക് തോന്നി ഇതെന്തോ പന്തികേടാ, എന്ത് ശരിയല്ല എന്ന് എനിക്ക് തോന്നി തുടങ്ങി. എന്തിയടി നീ കരയണേന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല അമ്മച്ചി ഒന്നുമില്ല. ജിഷമോൾ എന്തിയടി, ജിഷമോൾക്ക് എന്തായാലും പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല ആശുപത്രിയിലുണ്ട് അമ്മ പേടിക്കണ്ട കൊച്ചിനൊന്നും
പറ്റിയിട്ടില്ല, ഒന്നുമില്ല. ഇങ്ങനെ എന്നെ പറഞ്ഞു കൊച്ചു വരും. കൊച്ചിനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. മുറ്റത്ത് നിന്നാണ് ഞാൻ കൊച്ചിനെ വിളിക്കുന്നത്, അകത്തുനിന്ന് കുറ്റിയിട്ടിരിക്കുക. പിന്നെ ആ 3 അത് ഇനി ദീപം ഒന്ന് കരഞ്ഞ് ബഹളം വെച്ചാൽ കുറച്ചേരം കഴിഞ്ഞപ്പോഴത്തേക്കും കൊച്ചിന്റെ അച്ഛൻ പാപ്പു എന്ന് പറഞ്ഞ എന്റെ കെട്ടി കരഞ്ഞുകൊണ്ട് ബഹളം വെച്ചു. പിന്നെ ചേട്ടന്റെ അച്ഛൻ കരഞ്ഞുകൊണ്ട് വന്നു. എല്ലാവരും അവിടെ നിന്ന് ഇവിടുന്ന് കരഞ്ഞ് ബഹളം വെച്ചുകൊണ്ട് വന്നപ്പോ ഇത് ശരിയല്ല, ഇത് വേറെന്തോ ആണെന്നുള്ളൊരു തോന്നലായി തുടങ്ങി എനിക്ക്. നഗരസഭയ്ക്ക് ഒരു നിയമം ഉള്ള സ്ഥിതിക്ക് വൈകിട്ടായി കഴിഞ്ഞാൽ അവിടെ സംസ്കാരം പാടില്ല. ആ നഗരസഭ ഞാൻ പറഞ്ഞു പെട്ടെന്ന് ദീപ ഒപ്പുവെച്ചു എന്ന് പറയുന്നുണ്ട്. അതെ, ദീപം ഒപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല, കൊച്ചിന്റെ അച്ഛൻ ജീവിച്ചിരിക്കുന്നു. ഒരുപാട് കൊലപാതക കേസുകൾ തെളിവുകൾ ഇങ്ങനെ പലപ്പോഴും പോലീസ് നിരത്തിയിട്ടുണ്ട്. പക്ഷേ ചില കേസുകളിലൊക്കെ ഈ നിരത്തുന്ന തെളിവുകളിൽ ഒട്ടനവധി തെളിവുകളും എങ്ങനെയൊക്കെയോ സൃഷ്ടിക്കപ്പെട്ടതാണ് എന്നുള്ളത് പണ്ടൊക്കെ പുറത്തു വന്നിട്ടുള്ളതാണ്. അപ്പോൾ ജിഷയുടെ കേസിൽ ഈ തെളിവുകളൊക്കെ കെട്ടിച്ചമച്ചതാണോ എന്നുള്ളത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ചോദ്യം തന്നെയാണ്. ഇത്ര ഭയങ്കരമായിട്ടുള്ള ക്രൂക്കട്ട് മെന്റാലിറ്റി ഉള്ള ആളാണ് അമീർ ഇസ്ലാം എന്നുണ്ടെങ്കിൽ ടി.പി. സെൻകുമാർ അമീർ ഇസ്ലാമിനെ അന്ന് ഫോണിൽ വിളിച്ച് നീ ഇങ്ങോട്ട് വാ എന്ന് ആവശ്യപ്പെട്ടെന്നുള്ളതാണ് അന്ന് പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ടും DGP വിളിച്ചിട്ട് ഇയാളോട് വരാൻ വേണ്ടി പറയുമ്പോൾ യാതൊരു തടസ്സവുമില്ലാതെ ഇയാൾ അനുസരണയുള്ള ആട്ടിൻകുട്ടിയെ പോലെയാണ് വന്നത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇയാൾ എന്താണ് സിമ്മ് മാറിയ ചരിത്രമൊക്കെ പറയുന്നത്. സിമ്മ് മാറിയത് അയാളുടെ എന്തെങ്കിലും ആവശ്യമായിരിക്കും അയാൾ സിമ്മ് മാറിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരം ആരോപണങ്ങളെല്ലാം അഴിച്ചുവിട്ടതിന് ശേഷം ഒരുപാട് പേർ ഈ കേസിന് പിന്നിൽ ഉണ്ട് എന്നറിഞ്ഞ ശേഷം ഇത് ഒരാളിലേക്ക് തന്നെ വിരൽ ചൂണ്ടുന്നത് എന്തിനാണ് എന്നുള്ളത് ആർക്കും മനസ്സിലാകാത്ത വസ്തുതയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാളോടൊപ്പം ഉണ്ടായിരുന്ന ബാക്കിയുള്ളവരൊക്കെ എവിടെയാണ്? ഇതിനൊക്കെ മറുപടി കണ്ടെത്തിയേ പറ്റൂ. ശ്മശാന നടത്തിപ്പുകാരൻ കൃത്യമായി പറയുന്നുണ്ട്, ജിഷയുടെ സഹോദരി ദീപയുടെ ഒപ്പുണ്ടായിരുന്നു, മെമ്പറോ അല്ലെന്നുണ്ടെങ്കിൽ പഞ്ചായത്തിനോട് ബന്ധപ്പെട്ട ആളുകളുടെ എല്ലാവരുടെയും പെർമിഷൻ ഉണ്ടായിരുന്നു, അങ്ങനെയാണ് സംസ്കരിച്ചത് എന്നുള്ളത് ഈ ശ്മശാന നടത്തിപ്പുകാരൻ എന്ന് പറയുന്നുണ്ട്. എല്ലാ മാധ്യമങ്ങളിലും വാർത്ത വന്നതാണ്. എൻ്റെ മോക്കും കൂടെ വെച്ചിട്ടാണ് ഞാനിപ്പോഴും കഴിക്കാറുള്ളൂ. മോൻ വന്ന് ആഹാരം കഴിക്കണോട്ടോ, എങ്കിലും അമ്മയും കഴിക്കുള്ളൂ. ഇത് ജിഷമോൾക്കാണോ? ഇത് മോക്ക് വെച്ചാണ്. എപ്പോഴും ഞാനോ അവള് ഒന്നിച്ച് കഴിക്കാറുള്ളൂ. ഇപ്പൊ ഞാൻ എവിടെ പോയാലും അവൾ എൻ്റെ അടുത്ത് ഉണ്ടെന്നുള്ള സാന്നിധ്യം ഉറപ്പ് വിശ്വാസത്തോടെ മോൾ എൻ്റെ കൂടെ ഉണ്ട്, മോള് ഭക്ഷണം കഴിക്കുന്നുണ്ടെന്ന് ഓർത്താണ് ഞാനും കഴിക്കുന്നത്. അല്ലാതെ ഇതുവരെ ഞാൻ കഴിച്ചിട്ടില്ല. എൻ്റെ മോള് മരിച്ചിട്ട് ഇപ്പൊ 8-9 കൊല്ലമായി. ഇത്രയും വർഷവും എൻ്റെ മോളും ഞാനും ഒരുമിച്ച് ക്രിസ്മസ് ആഘോഷിച്ചത് ശേഷം ഇന്നേ വരെ ഓണോ വിഷുവോ ഒന്നും ഞാൻ ഇന്നേ വരെ ആഘോഷിച്ചിട്ടില്ല. അന്നത്തെ ദിവസം പോലും ഒരു മധുര പലഹാരങ്ങളോ സദ്യയോ ഞാൻ കഴിച്ചിട്ടില്ല മോളെടുത്ത. അങ്ങനെയാണ് ഞാൻ സാധാരണ ചെയ്യാറ്. ആഹാരം കഴിക്കും മോന്, ജിഷമോന് ആഹാരം കഴിക്കും, മോൻ ആഹാരം ഉണ്ടിട്ടാ, മോന്റെ ആഹാരം മോൻ കഴിക്കണം എന്നും പറഞ്ഞ് കൊടുത്തിട്ടാണ് ഞാൻ കഴിക്കാറുള്ളൂ. അവൾക്ക് വിശക്കൂലേ? മോക്ക് വിശക്കൂലേ? 8 മണിയാകുമ്പോഴത്തേക്ക് അവൾക്ക് ഭക്ഷണം കിട്ടണം. 8 മണിയായിട്ട് ഭക്ഷണം കിട്ടിയെങ്കിൽ അവൾ അപ്പം കിടന്നുറങ്ങും. പഠിക്കാനുള്ളതൊക്കെ വേഗം പഠിക്കുകയും ചെയ്യും. ഞാൻ ചെല്ലണം അവൾക്ക് കിടന്നുറങ്ങണമെങ്കിൽ. ഞാൻ ചെന്നില്ലെങ്കിൽ അവൾ ഉറങ്ങൂല. ഈ അമ്മയുടെ പണി തീർന്നില്ല എന്നൊക്കെ എപ്പോഴും ചോദിക്കും. എന്നെ അത്രയ്ക്ക് ഇഷ്ടാ എനിക്ക് മോളെ. അതെ, ദീപനെ എനിക്ക് ഒരുപാട് ഇഷ്ടാ. ജിഷയുടെ അമ്മ താമസിക്കണേ അമ്മയുണ്ടോ? അമ്മ അവിടെ ഇല്ല. ദീപ അവള് ഈ തള്ള വരുമ്പോൾ വഴക്ക് പറയും. കല്ലുകൊണ്ട് ഈ തള്ള ഇങ്ങനെ തെണ്ടി എടുക്കണം. തള്ള ഈ പറഞ്ഞ കാര്യം ഇറങ്ങിപ്പോകും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ പോയിട്ട് അങ്ങോട്ട് കുറെ നാളായി. ജിഷയുടെ അമ്മ ഇപ്പൊ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. ഇപ്പൊ എവിടെയാണെന്ന് അറിയില്ല. ദീപനെ എനിക്ക് ഒരുപാട് ഇഷ്ടാ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആങ്കൊച്ചില്ലാത്തതുകൊണ്ട് അവളെ ഞാൻ നിക്കർ ഷർട്ടൊക്കെ ഇട്ട്, അന്ന് മാമാട്ടിക്കുട്ടിയമ്മയുടെ ഒരു കാലാണ്. മാമാട്ടിക്കുട്ടിയമ്മ എങ്ങനെ തലയ്ക്ക് ഇരിക്കട്ടെ അതുപോലെയാണ് രണ്ടുപേരെ തലയ്ക്ക് ഇരിക്കട്ടി ഞാൻ നേഴ്സറിലൊക്കെ കൊണ്ടുവന്നാക്കുന്നത്. ജിഷയുടെ അമ്മ അവിടെ ഇല്ലല്ലോ. അവര് അമ്മ അവിടെ കിടത്തിയെങ്കിലല്ലേ ആ ചേച്ചി അതവിടെ കിടക്കാറില്ല. പാവനവിടെ കിടക്കാറുണ്ട്. ഭയങ്കര പോരപ്പാട്ട്. ആ പിന്നെ അതിനവിടെ കിടത്തില്ല. അത് പറഞ്ഞത് ആ ചേച്ചി അയൽവക്കങ്ങൾക്കൊന്നും ഒരു ഉപദ്രവത്തിനും വരാറില്ല കേട്ടോ. അമ്മ ഒരു ഗ്ലാസ് വെള്ളം പോലും ഒരു മനുഷ്യരോട് മിണ്ടുപോലും ചെയ്യില്ല. അങ്ങനത്തെ പോലെ ചെയ്യാം. ഞാൻ അങ്ങനെയൊക്കെയാണ് ദീപനെ ഞാൻ കൊണ്ടു നടന്ന് പൊന്നുപോലെയാണ്. പക്ഷെ അവള് പോയപ്പോഴും എന്നോട് ചോദിക്കാതെ അവള് ജീവിതത്തിൽ പൊക്കോട്ടെ, എനിക്ക് ആ വിഷമമില്ല, ജീവിക്കാൻ ഇറങ്ങിപ്പോയതല്ലേ. പിന്നെ എനിക്ക് കാണാൻ പറ്റാഞ്ഞുകൊണ്ട് കുറെ കാലം അവൾക്ക് വേണ്ടി ഞാൻ കരഞ്ഞു കിടന്നതാ. ഇവരെങ്ങനെ തല്ലുവോ? അമ്മേനെ തല്ലുവോ? തല്ലിട്ടാണോ പോയെ? ഈ ആരെയും ദീപയാണോ തല്ലി? അവര് ഒരുപാട് കരഞ്ഞോ? വെള്ളം ഉണ്ടാക്കിയോ? അപ്പൊ ജിഷ പറയും അമ്മ വിഷമിക്കണ്ട, അവള് വരും, നമ്മുടെ അടുത്ത് അവള് വരും. ദീപനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഈ അമ്മ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? അമ്മയുടെ ആത്മാർത്ഥമായിട്ടുള്ള വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത്. പക്ഷേ ഞങ്ങൾ ഈ അമ്മ താമസിച്ച ഈ ദീപയും താമസിക്കുന്ന ആ വീടിന്റെ പരിസരത്ത് ഞങ്ങൾ ചെന്നു. അയൽപക്കത്തുള്ള ആളുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു ഓടിച്ചിട്ട് അമ്മയെ ദീപ തല്ലും. ഇത് പരദൂഷണമാണോ എന്നുള്ള അറിയാൻ വേണ്ടി തൊട്ടടുത്ത വീട്ടിൽ ഞങ്ങൾ പോയി. വേറൊരു വീട്ടിൽ ചെന്നപ്പോൾ അവരും പറഞ്ഞത് ഇങ്ങനെയാണ്, ഓടിച്ചിട്ട് ദീപ ഈ അമ്മയെ ഉപദ്രവിക്കും. ഗത്യന്തരമില്ലാതെ ഈ പായും തലവണ്ണയും ഒക്കെ എടുത്ത് വിടുന്ന ആ സ്ത്രീ എങ്ങോട്ടോ ഓടിപ്പോയതാണ്. അവരിപ്പോൾ എവിടെയാണെന്ന് ഞങ്ങൾക്കാർക്കും അറിയില്ല എന്നുള്ളത് ഈ അയൽപക്കക്കാർ അടുത്ത ആളുടെ അടുത്ത് ചെന്നപ്പോൾ അവരും ഇത് തന്നെയാണ് പറഞ്ഞത്. എന്നാൽ ഞാൻ ഈ അമ്മയോട് ചോദിച്ചു, ദീപ അമ്മയെ അടിച്ചോടിച്ചതാണോ, അവിടെ ഇറക്കി വിട്ടതാണോ, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ അവരെൻ്റെ മുഖത്തേക്ക് ഒരു നിമിഷം നോക്കിയിട്ട് പറയുകയാണ്, അയൽപക്കക്കാരൊക്കെ വെറുതെ പറയുന്ന മോനെ, അങ്ങനെ എന്നെ ആരും ഓടിച്ചു വിട്ടതല്ല. ഞാൻ അവിടെ നിന്ന് എന്തെങ്കിലും ജോലി ചെയ്യണമല്ലോ, അങ്ങനെ ആർക്കും ഭാരമാകേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാനായിട്ട് ഇറങ്ങി പോകുന്നതാണ്. എൻ്റെ മോൾ പാവമാ, അവൾ എന്നെ അടിച്ചിറക്കി വിട്ടതല്ല എന്നുള്ളത് ആ സ്ത്രീ പറഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു നോക്കി. കണ്ണ് നിറഞ്ഞ് ചെറുതായി അതെങ്ങനെ ഒഴുകാൻ തുടങ്ങുന്നു. കണ്ടില്ലേ ജിഷയുടെ അമ്മയുടെ സ്നേഹം കണ്ടില്ലേ? ഒരുപാട് പേർ ജിഷയുടെ അമ്മയെ കുറ്റപ്പെടുത്തി. ജിഷയുടെ അമ്മയാണ് വലിയൊരു ക്രൈം ചെയ്തിരിക്കുന്നത്, അവരാണ് വലിയൊരു തെറ്റുകാരി.
അവരുടെ സ്വന്തം മകളെ അവർ കൊലയ്ക്ക് കൊടുത്തതാണ്. അങ്ങനെ എന്തൊക്കെ പറഞ്ഞ് ഏതെല്ലാം രീതിയിലാണ്. ജിഷയുടെ അമ്മയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ ഒരു നിലവിളി എന്ന് പറയുന്നത് മലയാള മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു നിലവിളിയാണ്. ആ സമയങ്ങളിൽ അവരുടെ ഒരു വിലാപം നമ്മളെല്ലാ മാധ്യമങ്ങളിലൂടെയും നമ്മളെല്ലാവരും കണ്ടതാണ്. ഒരമ്മയാണ്. ആ അമ്മയെ എന്ത് മനസ്സിലാക്കിയിട്ടാണ്, എന്ത് തെളിവുണ്ടായിട്ടാണ്, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതുപോലെ കുറ്റപ്പെടുത്തിയതെന്നുള്ളത് ഒരു വലിയ ചോദ്യം തന്നെയാണ്. ആ സ്ത്രീന്ന് ആരോരുമില്ലാതെ, ഒരു ജോലിയില്ലാതെ, ഒരു നേരത്തെ ഭക്ഷണത്തിനായിട്ട് ബുദ്ധിമുട്ടി റോഡ് സൈഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നൊരു കാഴ്ച മലയാളികളെല്ലാവരും ഉറ്റുനോക്കിയ, മലയാളികളുടെ സ്വന്തം സഹോദരിയായി, മലയാളികളുടെ മകളായി അവരെല്ലാവരും മനസ്സാ സ്വീകരിച്ച മോളാണ് ജിഷ മോൾ. ചേച്ചി, ഒരാൾ കണ്ടു എന്ന് പറയുന്നുണ്ട്, വേരിൽ പിടിച്ച് കനാലിലേക്ക് ഇറങ്ങി ഒരാൾ പോകുന്നത് കണ്ടു എന്ന്. എന്താണ് ഇതിനകത്തൊരു വാസ്തവം? ഒരാളെ മാത്രമേ കണ്ടിട്ടുള്ളൂ, ഇത് ഒരാൾ തന്നെയാണ് ചെയ്തതെന്നുള്ളത് ചേച്ചി വിശ്വസിക്കുന്നുണ്ടോ? അതെനിക്ക് പറയാൻ പറ്റില്ലല്ലോ. കാരണം പറഞ്ഞാൽ ഇവിടെ നിയമം, നമ്മുടെ വക്കീല്, ജഡ്ജി, നീതിപീഠം, പിന്നെ പോലീസ്, ഇവരെല്ലാവരും ഇവനാണ് കൊല ചെയ്തിരിക്കുന്ന പ്രതി എന്ന് പറഞ്ഞാണ് ഇവനെ പിടിച്ചിരിക്കുന്നത്. ആ പ്രദേശത്തുള്ള എല്ലാവരോടും ഞാൻ സംസാരിച്ചു. അപ്പോൾ അവരൊക്കെ പറയുന്നത് എണീറ്റിരിക്കാൻ ആകമില്ലാത്ത പോലെ ഒരു സാധാരണ ഹൈറ്റുള്ള ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു വളരെ മെലിഞ്ഞിട്ടുള്ള വളരെ മെലിഞ്ഞിട്ടുള്ള ഒരു ചെറുപ്പക്കാരാണ് ഈ അമീറുൽ ഇസ്ലാം എന്ന് പറയുന്നത്. ഞാൻ കണ്ടതാ. പ്രതിയെ പിടിക്കുമ്പോൾ എന്നെ കാണിച്ചു. ചേച്ചിയെക്കാട്ടിലും ഒരു അല്പം കൂടെ ആൾക്ക് ഹൈറ്റ് വരുള്ളൂ. വലിയ ആരോഗ്യമുള്ള ഒരാളുമല്ല. ചേച്ചിയുടെ മകൾ ജിഷ, അവൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന കുട്ടിയാണോ? ഇല്ല, അങ്ങനെയൊന്നും ഒരു പ്രശ്നങ്ങളൊന്നും ഉള്ള കൊച്ചല്ല. ഞാനും എൻ്റെ മോൾ എപ്പോഴും പട്ടിണിയൊക്കെ ഒരുപാട് കിടക്കാറുണ്ട്. എന്നാലും ഞാൻ അവളെ അങ്ങനെ അധികം പട്ടിണി ഇടാൻ അനുവദിച്ചിട്ടില്ല ചേച്ചി. പാപ്പു എന്ന് പറയുന്ന ഇദ്ദേഹം മോളുടെ കാര്യങ്ങൾ നോക്കുവോ അല്ലെ ജോലി? ഇല്ല, അവർക്ക് അയാൾക്ക് കിട്ടിയതിന് എപ്പോഴും എന്താ പറയാ, ആകെ 1 കിലോ അരി അല്ലെങ്കിൽ 2 കിലോ അരി കൊണ്ടുവരും. അതാണ് ഞങ്ങൾക്ക് എൻ്റെ ഭർത്താവ് കൊണ്ടുവന്ന് വരുന്ന സാധനം. ജിഷയുടെ അച്ഛൻ പാപ്പുവിനോടുള്ളൊരു മനോഭാവം എന്തായിരുന്നു? അച്ഛൻ എന്ന് പറഞ്ഞ ജീവനാണ്, സ്നേഹമാണ്. എന്നെയും സ്നേഹമാണ്, മൂത്തവളെയും സ്നേഹമാണ്. ഞങ്ങൾക്ക് അങ്ങോട്ട് എല്ലാവരോടും സ്നേഹമായിരുന്നു. അവളെല്ലാവരോടും സ്നേഹത്തോടുകൂടി പെരുമാറുന്ന ഒരു നല്ല കുട്ടിയായിരുന്നു. അവളെ കുറിച്ച് ഒരാൾക്കും മറിച്ചൊരു അഭിപ്രായം ഒന്നുമില്ല. ജിഷ അവസാന സമയങ്ങളിൽ വല്ലാതെ ഭയപ്പെട്ടിരുന്നു, മരണപ്പെടുന്നതിന് മുൻപ് വല്ലാതെ ഭയപ്പെട്ടിരുന്നു എന്ന് പല. അതെന്നെ വണ്ടി ഇടിച്ചതിന് ശേഷമാണ്. ആരാണ് അവളെ അപായപ്പെടുത്തുമെന്ന് അവള് ഭയന്നിരുന്നത്? അതൊന്നും എനിക്കറിയില്ല. ജിഷയ്ക്ക് ഏതെങ്കിലും ഒരു അടുപ്പമോ ആരോടെങ്കിലും അടുപ്പമോ അങ്ങനെ എന്തെങ്കിലും ഉള്ളതായിട്ട് അമ്മയ്ക്ക് എപ്പോഴും തോന്നിയിരുന്നു? ജിഷ അമ്മയോടൊപ്പം അടുത്തിടപഴകി, അമ്മയായിരുന്നു അവളുടെ ജീവൻ. അവളെല്ലാം അമ്മയോട് പറഞ്ഞിരുന്നു, എല്ലാ കാര്യവും പറയുമായിരുന്നു. അപ്പോൾ അവളുടെ ഉള്ളിൽ ഒരു പ്രണയമോ ആരോടെങ്കിലും ഒരു അടുപ്പമോ, കാരണം ആ സമയത്ത് ജിഷ ആ വീട്ടിൽ നിന്ന് സംസാരിച്ചത് കേട്ടതായി ചിലർ പറയുന്നുണ്ട്. നിനക്ക് എന്നോട് വിശ്വാസമില്ലേ? അങ്ങനെ വിശ്വാസത്തെക്കുറിച്ചൊക്കെ ആ വീട്ടിലിരുന്ന് സംസാരിച്ചത് ഈ കനാലിനോട് ചേർന്നാണോ? അല്ല, ജിഷ സംസാരിച്ചതായിട്ട് ഫോണിലോ മറ്റോ ആരോട് സംസാരിച്ചതായിട്ട് പറയപ്പെടുന്നുണ്ട്. ഇതിനോട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, ആരോടെങ്കിലും തർക്കമോ അല്ലെ ആരോടെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉള്ളതായിട്ട് അറിയാം? പ്രശ്നങ്ങളൊന്നും എനിക്കറിയില്ല. അത് അവള് പറഞ്ഞിട്ടുണ്ട്, അമ്മേ ഞാൻ പഠിച്ച് ജോലി കിട്ടി, എൻ്റെ അമ്മയ്ക്ക് ഒരു വീടൊക്കെ വെച്ച് ഞാൻ ചെടിയൊക്കെ നടുമ്പോൾ അപ്പുറത്തുള്ളവരുടെ പശുവിനെ കൊണ്ട് ശല്യം ചെയ്യണവരുടെ പശുവിനെ കൊണ്ട് ചെടി പൂണ്ടായി തുടങ്ങി അവരപ്പം അതൊക്കെ തീറ്റിച്ച് നശിപ്പിച്ച കളയും. അപ്പം എന്നെ കൊച്ചു പറയാറുണ്ട്, അമ്മ ഉണ്ണി ഇവിടെ ഒന്നും ചെയ്യണ്ട, ഞാൻ അമ്മയ്ക്ക് പഠിച്ച് ജോലിയൊക്കെ കിട്ടി സ്ഥലമൊക്കെ മേടിച്ച് വീടൊക്കെ വെച്ച് തരാം. എന്നിട്ട് എൻ്റെ അമ്മ ഞാൻ ജോലിയും കഴിഞ്ഞ് വരുമ്പോൾ ചായയും പാപ്പൊക്കെ ഉണ്ടാക്കി കാത്തിരിക്കണ എൻ്റെ അമ്മേനെയാണ് എനിക്ക് വേണ്ടത്. അവൾക്ക് ആരോടെങ്കിലും ഒരു വ്യക്തിപരമായിട്ട് അടുപ്പം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ അടുപ്പം സൂക്ഷിച്ചിരുന്നവർ ആരെങ്കിലും ആണോ അവളെ അപായപ്പെടുത്താൻ? ഇല്ല, അവള് പറയണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് മതി കല്യാണം, അതിനൊക്കെ ചിന്തിച്ചാൽ മതി, എനിക്ക് ജോലിയൊക്കെ കിട്ടി നമുക്ക് വീടൊക്കെ ആയി എനിക്ക് അമ്മയ്ക്ക് മനസ്സമാധാനത്തോടെ നമുക്ക് ജീവിക്കാൻ, അങ്ങനെയുള്ളൊരു സൗകര്യം നമുക്ക് എനിക്ക് ജോലി കിട്ടിയിട്ടൊക്കെ മതി, എന്നിട്ട് പിന്നീട് ആലോചിച്ചാൽ മതി കല്യാണ കാര്യങ്ങൾ. എന്നുവെച്ചാൽ ഇടയ്ക്ക് ഇങ്ങനെ കല്യാണം പറഞ്ഞ് ചില ആളുകളെ കിട്ടിക്കണ്ടോന്നൊക്കെ ചോദിച്ച് ഈ ബ്രോക്കർമാർ അങ്ങനെ ചില ആളുകളൊക്കെ ഇതിനിടയ്ക്കൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഒരു ദിവസം കൊച്ചിരുന്ന് ഇങ്ങനെ മുറ്റത്തിരുന്ന് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തീപ്പെട്ടി തരാവോ എന്ന് ചോദിച്ച ഒരാൾ വന്നായിരുന്നു. അപ്പൊ ഞാൻ കൊച്ചു പറഞ്ഞു തീപ്പെട്ടിയൊന്നുമില്ല. പിന്നെ അയാളുടെ കീശയിൽ നിന്ന് കാശെടുത്തിട്ട് കൊച്ചിന്റെ തലക്ക് ഒഴിഞ്ഞ് പൈസ എടുത്ത് ഒഴിഞ്ഞുകൊണ്ട് കൊച്ചു അവിടെ നിന്ന് പഠിക്കാറെന്ന് പറഞ്ഞു, ഓടിപ്പോയി എന്ന് പറഞ്ഞു. ആളെ എന്നെ കാണിച്ചും തരുന്നു കൊച്ച്. അപ്പൊ തന്നെ ഞാൻ റോട്ടിലിട്ട് അയാളെ പിടിച്ച് ചോദ്യം ചെയ്ത് അയാളെ വഴക്ക് പറഞ്ഞു വിടുകയൊക്കെ ചെയ്തതാണ്. എന്നല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെയൊക്കെയാണ് എന്നുണ്ടെങ്കിലും അമീറുൽ ഇസ്ലാമിന് ഒറ്റയ്ക്ക് ജിഷയെ പോലെ നല്ല ആരോഗ്യമുള്ള ഒരു പെൺകുട്ടിയെ അങ്ങനെ കീഴ്പ്പെടുത്താൻ വേണ്ടി സാധിക്കില്ല. ഞരമ്പ് പോലുള്ള ഒരു ചെറുപ്പക്കാരൻ, അവൻ എങ്ങനെ ഒരു പെൺകുട്ടിയെ ഒറ്റയ്ക്ക് കീഴ്പ്പെടുത്താൻ വേണ്ടി സാധിക്കും? അമീറുൽ ഇസ്ലാം ആണെങ്കിൽ തന്നെ അവനോട് ഭാരം ഉണ്ടായിരുന്നു. അതെന്തുകൊണ്ട് ഇതുവരെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചിട്ടില്ല? അങ്ങനെയുള്ള ആരുടെയെങ്കിലും വിരൽപ്പാടുകളായിരിക്കാം ഈ കണ്ടെത്തിയെന്ന് പറയുന്ന വിരൽപ്പാട്. ഈ രണ്ടുപേരും ഒന്നിച്ച് കൂടിയിട്ടാണ് ഈ ക്രൈം ചെയ്തത് എന്നുള്ളത് പറയപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേര് സംശയങ്ങൾ ഇങ്ങനെ പറഞ്ഞിരുന്നു.
അങ്ങനെ ചേച്ചി അങ്ങനെ എന്തെങ്കിലും സംശയം ചേച്ചിക്കുണ്ടോ? അതെനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഇവിടെ നിയമം പറഞ്ഞേക്കണത് അമീർ ഇസ്ലാമാണ് ചെയ്തിരിക്കുന്നത്. മെലിഞ്ഞ ചെറുപ്പക്കാരനാണ് ചെയ്തതെന്നുള്ളത് ചേച്ചി വിശ്വസിക്കുന്നുണ്ടോ? അത് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഇവിടെ 2 കണ്ണുകൊണ്ട് കാണുന്നത്, നേരിട്ട് കാണുന്നത് വിശ്വസിക്കുക, 2 ചെവി കൊണ്ട് നേരിട്ട് കേൾക്കുന്നത് വിശ്വസിക്കുക. അങ്ങനെയാണ് എനിക്കുള്ള സ്വഭാവം. ഇത്രയും കഷ്ടപ്പെട്ട് ആസാമിൽ പോയി അവനെ പിടിച്ചു കൊണ്ടുവന്ന് ഈ പോലീസും നിയമ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇത്രയും കഷ്ടപ്പെട്ട് അവനെ കൊണ്ടുവന്ന് അവനാണ് ഇതിൻ്റെ ശരിയായ യഥാർത്ഥ കൊലയാളി എന്ന് പറഞ്ഞാണ് പിടിച്ചു കൊണ്ടുവന്നേക്കുന്നത്. പിന്നെ എനിക്ക് വേറൊന്നും ചിന്തിക്കാൻ പറ്റില്ലല്ലോ. ചേച്ചി ആ സമയത്ത് രാഷ്ട്രീയ നേതാവിൻ്റെ വീട്ടിൽ സ്ഥിരമായിട്ട് ജോലിക്ക് പോയിരുന്നു എന്നുള്ളത് ആ സമയത്ത് മാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്നതാണ്. ഒരുപാട് അതുപോലെ ജിഷയുടെ ചിത്രം വരച്ച് വേറൊരു ചിത്രവും കൂടെ വരച്ച് മീൻസ് ജിഷയുടെ ഒരുപാട് കാര്യങ്ങൾ അന്ന് ആ സമയത്ത് ചോദ്യം മുനകൾ ഉയർന്നു. അങ്ങനെ ചേച്ചി ആരുടെയെങ്കിലും രാഷ്ട്രീയ നേതാവിൻ്റെ വീട്ടിൽ ജോലിക്ക് പോയി? താൻ എന്തെന്ന് പറയണേ? ഞാൻ അങ്ങനെ ആരുടെ വീട്ടിൽ ജോലിക്ക് പോയിട്ടില്ല. അല്ല, അങ്ങനെ ആ സമയത്ത് ആക്ഷേപം ഇല്ല. ഞാൻ ഇന്നേ വരെ ആരും വീട്ടിൽ ജോലിക്ക് പോയിട്ടില്ല. ഒരു നേതാവിന്റെ വീട്ടിൽ പണിക്ക് പോയി. ഞാൻ ചേച്ചിയെ പ്രകോപിപ്പിക്കാനോ ചേച്ചി ദേഷ്യപ്പെടുത്താനോ ഒന്നും അല്ല ഞാൻ. അല്ല, എനിക്ക് ഇഷ്ടമല്ല. താൻ എന്ത് വർത്താനം പറയണേ? ഒരു കോപ്പും പറയണ്ട. എനിക്ക് ഇഷ്ടമല്ല. താൻ എന്നോട് വർത്താനം പറയണ്ട. ഇനി എന്നോട് സംസാരിക്കുകയും വേണ്ട. അല്ല, പറയണ്ട. പറയണ്ട. എൻ്റെ അടുത്തൊന്നും പറയണ്ട. എനിക്ക് ഇഷ്ടമല്ല. ചേച്ചി, അതായത് ഇങ്ങനെ ആക്ഷേപം ഉണ്ടായിരുന്നു, സത്യമല്ല ചേച്ചിക്ക് പറയാൻ പറ്റും? ഇല്ല, ഇങ്ങനെ ഒരു ആക്ഷേപം ഉണ്ടായിരുന്നുള്ള സത്യം ഒന്നും ചേച്ചിക്ക് പറയാൻ പറ്റുമോ? 2 മിനിറ്റ് ചേച്ചി വന്നേ, ഞാൻ പറയട്ടെ. ഇവിടെ ഇരിക്കേ. ഞാൻ ചോദിച്ചത് ചേച്ചിക്ക് ക്ലിയർ ആയില്ല. അതുകൊണ്ടാണ് ഇത് ആ സമയത്ത് ഒരുപാട് പേര് ഉന്നയിച്ചിരുന്ന സംശയമാണ്. ആ നാട്ടിലുള്ളവർ പലരും, ഞാൻ അവിടെ വന്ന് ചോദിച്ചപ്പോൾ നാട്ടിലുള്ളവര് മുഴുവനും പറയുന്നൊന്നും സത്യമല്ല. ഇച്ചിരി സാമ്പത്തികം കുറഞ്ഞവനാണെങ്കിൽ അവരെ ചവിട്ടി തുക്കും. എന്നാൽ അവർ പാവപ്പെട്ടവരാണ്, കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാണ്. അങ്ങനെ ഒരു മനസാക്ഷി കാണിക്കാനുള്ള ഒരാളുകൾ അയൽവാസിയല്ല അവിടെ. രാഷ്ട്രീയ നേതാവിന്റെ വീട്ടിൽ ജോലിക്ക് പോയിരുന്നില്ല. എടോ, ഞാൻ പറഞ്ഞില്ല തന്നോട് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. താൻ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ ചോദിക്കാനാണെങ്കിൽ ഞാൻ വരില്ല. എന്നോട് ചോദിക്കേ വേണ്ട. അത് ആര് പറഞ്ഞുണ്ടാക്കിയാണെങ്കിലും അവനെ വെളിച്ചത്ത് കൊണ്ടുവരണം. ഞാൻ ചേച്ചി ഒരിക്കലും പ്രകോപിപ്പിക്കാൻ വേണ്ടിയല്ല ഇത് പറഞ്ഞത്. ഇപ്പൊ ചേച്ചി ഞങ്ങളോട് ഇത് പറയുമ്പോൾ ഇത് പ്രേക്ഷകരെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നുള്ളത് ചേച്ചി തെളിവ് സഹിതം പറയുമ്പോഴല്ലേ തീർച്ചയായിട്ടും മനസ്സിലാവുള്ളൂ. ഒരിക്കലും ഞാൻ അയാളുടെ അതേ പിന്നെ എന്നെ കൊണ്ടുവന്നാക്കിയത് ആശുപത്രിയിലാണ്. 4 മാസം വരെ എന്നെ ആശുപത്രിയിലാണ്. എന്തിനാണ് എന്നെ അത്രയും മാസം അവിടെ താമസിപ്പിച്ചത്? പിന്നീട് പൂർണ്ണ ആരോഗ്യവതിയായ ഈ സ്ത്രീയെ എന്തിനാണ് ഇവർ ബലമായിട്ട് വന്നോളൂ നിങ്ങൾ വരൂ എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് വിളിച്ചുകൊണ്ട് പോവുകയും അവിടെ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തത്? എന്ത് മെഡിസിൻ ആയിരിക്കാം ഈ സ്ത്രീക്ക് കൊടുത്തത്? ഇപ്പോൾ ഇവരോട് ചോദിക്കുമ്പോൾ ഇവർ പറയുന്ന പല കാര്യങ്ങളും നമുക്ക് പരസ്പര വിരുദ്ധമായിട്ട് തോന്നുന്നതിന് കാരണം അന്ന് കൊടുത്ത ആ മരുന്നായിരിക്കുമോ? അതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. എന്തിനാടി എന്നെ ഈ രാത്രി എങ്ങോട്ടാടി കൊണ്ടുപോകണമെന്ന് ഞാൻ വീണ്ടും എടുത്തു ചോദിച്ചു മൂത്തവളോട്. അപ്പൊ പറഞ്ഞു നമുക്കൊരു സ്ഥലം വരെ പോകാമെന്നും പറഞ്ഞാണ് എന്നെ ഓട്ടോറിക്ഷ കയറ്റി കീഴും മൂടിയുള്ള മലമുറിക്ക് അനാഥപ്രേതങ്ങൾ അടയ്ക്കുന്ന മശാനത്തിൻ്റെ അങ്ങോട്ടൊക്കെയുള്ള വഴിക്കാണ് കൊണ്ടുപോയത്. എനിക്ക് മശാനത്തിൻ്റെ അടുത്ത് എത്തിയപ്പോഴാണ് ഞാൻ ചോദിച്ചു, എന്തിനാ ഇങ്ങോട്ട് വന്നെ? ഈ ഇത് മശാനാണല്ലോ, നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതെന്നും ചോദിച്ചു. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയതിൻ്റെ പുറകെ തന്നെയാണ് ആംബുലൻസ് വന്നത്. എൻ്റെ മോളെ കണ്ടത് അങ്ങനെയാണ്. ഞാൻ അപ്പോഴാണ് ബോഡി കൊച്ചിൻ്റെ ഞാൻ വിചാരിച്ച് വേറെ ഇല്ലായിരിക്കുന്നത്. ആംബുലൻസ് വന്നിറങ്ങി ഈ പെട്ടി എടുത്തുകൊണ്ടെന്ന് എൻ്റെ മുമ്പ് ബാക്കി എൻ്റെ ആൾക്കാർ, കെട്ടിയൻ്റെ ആൾക്കാർ, വന്ന് നിൽക്കുന്ന ആൾക്കാർ എല്ലാം ദൂരെ പൂ തെറിച്ച് പോകണം. എല്ലാവരും ദൂരെ തെറിച്ച് മാറി നിന്നു. എൻ്റെ മുമ്പിൽ കൊച്ചിൻ്റെ ബോഡി ഇങ്ങനെ പെട്ടി കൊണ്ടുവന്ന് വെച്ച് തന്നപ്പോഴാണ് എൻ്റെ കൊച്ചു മരിച്ചു എന്ന് ഞാൻ അറിയണത്. ആരും പറഞ്ഞിട്ടില്ലായിരുന്നു. അതുവരെ എന്നോട് എൻ്റെ കൊച്ചു മരിച്ചു എന്നുള്ളത് ആരും പറഞ്ഞിട്ടില്ല. എൻ്റെ കൊച്ചിനെ കണ്ടത് 3-ാം ദിവസം. ഞാൻ വാവിട്ട് കരഞ്ഞു പറഞ്ഞു. എൻ്റെ കെട്ടിയൻ്റെ ആൾക്കാർ, എൻ്റെ ആൾക്കാർ, എൻ്റെ സഹോദരങ്ങൾ എല്ലാവരും നിൽക്കണ്ടേ പറഞ്ഞു. കൊച്ചിൻ്റെ വീടും ഞങ്ങളുടെ വീട് പണിയാണെങ്കിലും എൻ്റെ കൊച്ചിനും കിട്ടിയ മണ്ണിൽ എവിടെയെങ്കിലും ഒരു സൈഡിൽ വെച്ച് എൻ്റെ കൊച്ചിനെ അവിടെ ചെന്ന് ഞാൻ പറഞ്ഞു, കൊച്ചിൻ്റെ അച്ഛന് മണ്ണുണ്ട്, അല്ലെങ്കിൽ അവർക്കായി വേണ്ടപ്പെട്ട സ്ഥലങ്ങളുണ്ട്, അവിടെ അടക്കാൻ പാടില്ല, നമുക്ക് നമ്മുടെ കുഞ്ഞിനെ അവിടുത്തെ പോയി ഒന്ന് കാണാമല്ലോ, ഇവിടെ കൊണ്ടുവന്ന് ഞാൻ കൊച്ചിനെ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞു. ഞങ്ങൾ ഒരുപാട് പേര് കാണാനിരുന്നു. ഈ സമയത്ത് നിങ്ങളൊന്നും ചെയ്യല്ലേ എന്ന് ഞാൻ പറഞ്ഞത് കേൾക്കാതെ എന്നെ ധിക്കരിച്ചുകൊണ്ടാണ് രാത്രിക്ക് രാത്രി അവർ എൻ്റെ കൊച്ചിൻ്റെ ബോഡി ഒന്ന് മിന്നാട്ടം പോലെ ഇങ്ങനെ കൊണ്ടുവന്ന് എന്നെ വെച്ച് തന്നു. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ അമ്മയുടെ ചേട്ടത്തിയുടെ മോള് ഉറക്കെ വിളിച്ചു പറഞ്ഞു, എന്നാൽ അവൾക്കടെ മുമ്പിലൊക്കെ ഇട്ട് കൊടുക്കുക, അവൾ തിന്നട്ടെ എന്ന് പറഞ്ഞു. എന്താണ് അങ്ങനെ സംസാരിച്ചതെന്ന് ഇന്നും എൻ്റെ നെഞ്ചത്ത് ആ വേദനകൾ ഇങ്ങനെ നിൽക്കുകയാണ്. പെട്ടിയിൽ കിടക്കുന്ന ജിഷയെ കണ്ട വേദനയിൽ നിൽക്കുമ്പോഴാണ് ഇവരിങ്ങനെ വിളിച്ചു പറയുന്നത്. അന്നേരം ആ സമയത്തുള്ളൊരു മാനസികാവസ്ഥയിൽ അവരോട് പറയാനോ അല്ലെന്നുണ്ടെങ്കിൽ ഈ ശ്മശാന നടത്തിപ്പുകാരോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിക്കാരൊക്കെ ഉണ്ടല്ലോ അവിടെ. അപ്പം അന്നേരം പോലീസും ഉണ്ട്. അപ്പൊ അവരോട് പറഞ്ഞു എന്റെ കുഞ്ഞിനെ ഇവിടെ സംസ്കരിക്കരുത്. അപ്പൊ ഞാൻ പറഞ്ഞു, അച്ഛന്റെ മണ്ണുണ്ട്, ഇവിടെ കൊണ്ട് നടക്കല്ല, എന്റെ കൊച്ചിനെ ഇവിടെ ദഹിപ്പിക്കരുതെന്നും പറഞ്ഞു. മാറി മാറി ഞാൻ പറഞ്ഞത് അവർ കേൾക്കാതെയാണ് അവര് ധൃതി കൂട്ടി എന്റെ കൊച്ചിനെ അവിടെ കയറ്റി ഏതാണ്ട് കന്നാസിലെ സാധനം കൊണ്ടുവന്ന് കൊച്ചിനെ കോരി വെച്ചു. ഞാൻ അവിടെ കിടന്ന് വാവിട്ട്
വാവിട്ട് കരഞ്ഞിട്ട് പോലും ഇവരാരും, എനിക്ക് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, എൻ്റെ ആൾക്കാരുണ്ട്, കെട്ടിൻ്റെ ആൾക്കാരുണ്ട്. എന്താണ് ഇവരൊന്നും അനങ്ങാതെ നിന്ന് ഈ കൊച്ചിന്റെ ശരീരം ഇങ്ങനെ വെച്ചിട്ട്? എന്തുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇവരാരും കേൾക്കാതെ അനുസരിക്കാതെ ഇവരിത് ഇങ്ങനെ ദഹിപ്പിച്ചത് ആണ് പിന്നീട് ഒരുപാട് ആക്ഷേപങ്ങൾക്ക് കാരണമായത്. കാരണം വളരെ പെട്ടെന്ന് ആ കുട്ടിയെ ദഹിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. പക്ഷെ ആ കൊച്ചിന്റെ അമ്മയാണ് ഞാൻ. 10 മാസം നിന്ന് പ്രസവിച്ച് ചുമന്ന എൻ്റെ കൊച്ചിന്റെ അമ്മ, ജിഷമോളുടെ അമ്മ. ഞാൻ പറഞ്ഞപ്പോ എൻ്റെ ഭർത്താവ്, എൻ്റെ സഹോദരങ്ങൾ, ആങ്ങളമാര് എല്ലാവരും, എൻ്റെ ആൾക്കാരെല്ലാ ബന്ധു മിത്രാദികൾ കെട്ടി എൻ്റെ ഭർത്താവിന്റെ കുമ്പോ എല്ലാവരും ഞാൻ പറഞ്ഞിട്ട് ആരും മിണ്ടിയില്ല. ഒരു അക്ഷരം എൻ്റെ ഭാഗത്ത്, എൻ്റെ കുഞ്ഞിന്റെ ഭാഗത്ത് നിന്ന് ചെത്തി സംസാരിക്കാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. എത്ര ആൾക്കാർ എനിക്ക് ഉണ്ടായിട്ട്. എന്തുകൊണ്ടായിരിക്കും അത്? എൻ്റെ കൊച്ചിനെ അടക്കണ നേരത്ത് സ്വന്തം മാതാപിതാക്കുരു എല്ലാ ആളുകളും കൂടുതൽ മുന്തിയ പ്രായമുള്ള എല്ലാ വേണ്ടപ്പെട്ട ആളുകളും നമ്മുടെ 2 ഭാഗത്തു നിന്നുള്ള ആൾക്കാരുണ്ടായിട്ട് ദീപേനെ കൊണ്ട് എന്തിനും ഇവര് സൈൻ ചെയ്യിച്ചു. ദീപ ഇത് ചെറിയ കൊച്ചാണ്, അതിനൊന്നും അറിയാൻ പാടില്ല. ഇവരെന്തായി കാട്ടിക്കൂട്ടാൻ. അമ്മയ്ക്ക് പോലും ആ കുഞ്ഞിന്റെ ജീവൻ വിട്ടതിന് ശേഷം ആ കുഞ്ഞിനെ നേരെ ചൊവ്വെന്ന് കാണാൻ പറ്റിയിട്ടില്ല. ഒരു സെക്കൻഡ് കണ്ടു, ഇമ്മീഡിയറ്റ് ദഹിപ്പിച്ചു അല്ലേ? അങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചു. അപ്പൊ തന്നെ അവര് പൊക്കി. അപ്പോഴാണ് ഞാൻ ഉറക്കെ ഞാൻ കരഞ്ഞു പറഞ്ഞു, നിങ്ങൾ എൻ്റെ കൊച്ചിനെ നിങ്ങൾ ഒന്നും ചെയ്യല്ലേ. ഞങ്ങൾ കൊച്ചു പഠിച്ചിട്ട് ഒരുപാട് സ്കൂൾ കോളേജിൽ പഠിച്ചിട്ട് ഒരുപാട് പേര് കാണാനുണ്ട്. എനിക്കാണെങ്കിൽ ഒരുപാട് ആൾക്കാർ, ജോലിക്കാർ, സ്ഥലത്തും ഒരുപാട് ആളുകൾ ഞങ്ങളെ കാണാനുണ്ട്. എൻ്റെ കൊച്ചിനെ ഇപ്പോൾ ഒന്നും ചെയ്യില്ല, അതിനുള്ള സംവിധാനം ഉണ്ട്. ദീപേനെ കൊണ്ട് എന്തിനും മെമ്പർ പട്ടപ്പാതിരിക്ക് ഒപ്പിടിച്ച് എൻ്റെ കൊച്ചിനെ പച്ചപ്പാതിരിക്ക് ദഹിപ്പിച്ചു. രാത്രി ദഹിപ്പിക്കാൻ പാടില്ല, നിയമമുള്ളതാണ്. ആ രാത്രി നേരമല്ലാത്ത നേരം കെട്ട സമയത്ത് എൻ്റെ കൊച്ചിനെ ദഹിപ്പിച്ചാൽ അവരെയൊക്കെ പിടിച്ച് നല്ല തക്കതായ ശിക്ഷാ നടപടികൾ കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഇത് പറയുന്നത് മറ്റൊരു ജിഷയുടെ അമ്മ തന്നെയാണ് പറയുന്നത്. ആ സ്ത്രീയുടെ വിലാപം എന്ന് പറയുന്നത് അവർ ഒരു വളരെ സത്യസന്ധമായിട്ടൊരു കാര്യമാണ് ചോദിക്കുന്നത്. അവർ ഈ കുട്ടിയെ കണ്ട ഉടനെ തന്നെ അവർ ചോദിച്ചു, എൻ്റെ കുഞ്ഞിനെ നിങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് കൊണ്ടുപോയി ദഹിപ്പിച്ചാൽ, പിന്നീട് അത് നിരന്തരം ഉയർന്നു കേട്ടൊരു ചോദ്യമാണ്, എന്തിനാണ് അങ്ങനെ ദഹിപ്പിച്ചത്? അത് മാത്രമല്ല, വൈകിട്ട് 5-6 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പെരുമ്പാവൂർ നഗരസഭയുടെ നിയമപ്രകാരം അവിടെ ദഹിപ്പിക്കാൻ വേണ്ടി സാധിക്കില്ല. ആ നിയമം നിലനിൽക്കെ ഈ കുട്ടിയെ എങ്ങനെയാണ് ഈ രാത്രി സമയത്ത് അവിടെ ദഹിപ്പിച്ചത്? ആൾക്കാരുണ്ട്, അമ്മയുടെ ആൾക്കാരുണ്ട്, എല്ലാവരും നിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു എൻ്റെ ഒപ്പം എനിക്ക് നിൽക്കാൻ ഒരാൾ വേണ്ടായിരുന്നു. അവർക്കെല്ലാം ആവശ്യപ്പെടായിരുന്നല്ലോ. പെറ്റമ്മ പറയുന്നതിൽ വസ്തുതയുണ്ട്. നമ്മളെല്ലാവരും കൂടെ കൂടിയിട്ട് ജിഷയുടെ അമ്മയെ കഴിവേറ്റുകയാണ്. ഇന്ന് ആ ആർഭാടത്തിന് പിന്നാലെ പോയ സ്ത്രീയെ ഞാൻ കണ്ടത് ഒരു നേരത്തെ ഭക്ഷണത്തിന് നിവൃത്തിയില്ലാതെ ആളുകളുടെ മുമ്പിൽ കൈനീട്ടുന്ന ഒരു അവസ്ഥയിൽ അവരൊന്ന് മോര് കച്ചവടം, എറിഞ്ഞ് പൊട്ടിക്കുന്ന ഒരു കുഞ്ഞ് പൊട്ടാസ പോലൊരു സാധനം വിൽക്കുന്നു. ചെറിയ ചെറിയ കച്ചവടം ഒക്കെ ചെയ്ത് ഈ മറൈൻ പരിസരത്ത് അവർ വളരെ, ഇന്ന് രാത്രി കിടക്കാൻ അവർക്ക് സ്ഥലമില്ല. ആ സ്ത്രീയുടെ നിലവിളി ശബ്ദം വന്ന് കേരളം മുഴുവൻ ഉയർന്നു കേട്ടതാണ്. ഞാൻ 10 മാസം നിന്ന് പ്രസവിച്ച എൻ്റെ കുഞ്ഞുങ്ങളെ എനിക്ക് ആരുടെ മുമ്പിൽ തള്ളി പറയാൻ പറ്റില്ല. എൻ്റെ ഇളയ മോളാണ് എന്നെ നന്നായിട്ട് നോക്കിക്കൊണ്ടിരുന്നത്. എനിക്ക് ഇനിയിപ്പോ ഒരു മോളേ ഉള്ളൂ. ആരെന്തൊക്കെ പറഞ്ഞാലും, അവൾ എന്നെ എന്തൊക്കെ കാണിച്ചാലും, എന്നെ എന്തൊക്കെ ചെയ്താലും എനിക്ക് എൻ്റെ കുഞ്ഞിനെ എനിക്ക് തള്ളി പറയാൻ പറ്റില്ല. എന്നെ പോലും ഓർക്കാതെയാണ് ഞാൻ എൻ്റെ മക്കളെ വളർത്തിയത്, എൻ്റെ സഹോദരങ്ങളെ വളർത്തിയത്. പക്ഷേ എൻ്റെ മക്കൾ എനിക്ക് ഏറ്റവും വലിയ നിധിയാണ് ദൈവം തന്നതെന്ന് കരുതിയാണ് ഞാൻ ജീവിച്ചത് തന്നെ. എൻ്റെ മോള് എന്നെ എന്ത് കാണിച്ചാലും, എന്നെ എന്തൊക്കെ ചെയ്താലും, എന്തൊക്കെ പ്രവർത്തിച്ച് എന്നെ അവൾ തല്ലിയാലും കുട്ടിയാലും, എന്തൊക്കെ എൻ്റെ മോള് ചെയ്താലും എൻ്റെ മോളെ എനിക്ക് തള്ളി പറയാനും പറ്റില്ല. ഞാൻ അവളെ ഒരു മോശമായിട്ട് പറയുകയില്ല. എൻ്റെ ഒരു മോളെങ്കിലും എനിക്ക് ഉണ്ട്, ദൂരം എന്നാലും എനിക്ക് കാണാമല്ലോ, ആസ്വദിക്കാൻ എനിക്കൊരു കുഞ്ഞുണ്ടല്ലോ. മനസ്സമാധാനിക്കുക. സമാധാനം കിട്ടിയിട്ടല്ല, ഉണ്ടായിട്ടല്ല. ഏതൊരമ്മയ്ക്കും മക്കള് നഷ്ടപ്പെടുമ്പോഴാണ് അതിന്റെ വിഷമങ്ങൾ മനസ്സിലാവും. ജിഷയ്ക്ക് ആരോടെങ്കിലും എന്തെങ്കിലും തർക്കമോ വഴക്കോ എന്തെങ്കിലും മുൻപ് ഒരു കുഴപ്പമില്ലാത്ത കൊച്ച. ആരോട് എന്തെങ്കിലും അയൽക്കാർ വന്ന് ഞങ്ങൾ ഇങ്ങോട്ട് ലഹളയുണ്ടാക്കിയാൽ എൻ്റെ കൊച്ചു എന്നെ കയ്യെ പിടിച്ച് ഇങ്ങോട്ട് കയറി വാമ്മയെന്നും പറഞ്ഞ് എന്നെ പെരക്കകത്ത് കൊണ്ടുപോകുള്ളൂ. എന്നാലും അയൽക്കാര് ഞങ്ങളെ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട്. ഒരു വീട്ടിൽ നിന്ന് ഇച്ചിരി വെള്ളം കോരി അവിടുത്തെ വെള്ളം കൂടി നിർത്തും, അടുത്ത വീട്ടിൽ പിന്നെ വെള്ളത്തിന് വിടും. ഇങ്ങനെയൊക്കെ ഒരുപാട് കഷ്ടപ്പാടുകൾ ഞങ്ങൾ ഈ 30 കൊല്ലം ഞങ്ങൾ അവിടെ ജീവിച്ചിട്ട് ഞങ്ങൾ മനസ്സമാധാനത്തോടെ ഞങ്ങളുടെ ആ ഫ്രണ്ടിൽ കിടക്കുന്ന അയൽക്കാരെ ഞങ്ങളെ ജീവിപ്പിച്ചിട്ടില്ല. ഈ ജിഷയോടൊപ്പം നിയമം പഠിച്ചിരുന്ന നിയമ വിദ്യാർത്ഥികളായിട്ടുള്ളവർ അങ്ങനെയുള്ള ആരെങ്കിലും ജിഷയെ കാണാൻ വേണ്ടിയിട്ട് ജിഷ മരണപ്പെടുന്നതിന് തൊട്ട് മുൻപുള്ള ദിവസങ്ങളിലോ മറ്റു വരികയോ, ജിഷയുടെ സുഹൃത്തുക്കളായിട്ടുള്ള അങ്ങനെ ആരും വരാറില്ല. കാരണം പറഞ്ഞാൽ വീടില്ലല്ലോ. പല പ്രാവശ്യം കൂട്ടുകാരികളൊക്കെ ചോദിച്ചിട്ടുണ്ട്, നിന്റെ വീട് കാണാൻ ഞങ്ങൾ വരട്ടെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. കൊച്ചിന് വിഷമം വിളിച്ചങ്ങോട്ട് വരുത്താനുള്ള വീടൊക്കെ ഇടിഞ്ഞു ഒളിഞ്ഞു കിടക്കായിരുന്നു. ഒരു ഈർക്കിളി പോലും ഇല്ലായിരുന്നു. ഓലപ്പരയൊക്കെ ആയിരുന്നു സ്റ്റാർട്ടിങ്ങിലൊക്കെ പണിതുകൊണ്ട് കെട്ടിപ്പണിത് തന്നായിരുന്ന. കൂട്ടുകാരികളൊക്കെ അമ്മച്ചി എൻ്റെ വീട് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്, വരട്ടെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. +2 പഠിച്ച സമയത്തൊക്കെ എൻ്റെ മോള് പറയുകയടി ഞാൻ പിന്നെ കുണ്ടാ നിങ്ങളെ ഞാൻ വിളിക്കാം. എന്താ കൊച്ചിന് നാണക്കേട് എന്ന് വെച്ചാൽ ഒരു ഈർക്കിളി പോലും ഇല്ല. ഈ അമീറുൽ ഇസ്ലാം എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരനെ ഇതിന് മുൻപ് ഞങ്ങൾ കണ്ടിട്ടില്ല, യാതൊരു പരിചയവും കണ്ടിട്ടില്ല, ഇങ്ങനെ ഒരു ആൾക്കാരെ കണ്ടിട്ടേയില്ല. ജിഷയുടെ അമ്മ രാജേശ്വരി അമീറുൽ ഇസ്ലാമിനെ തല്ലിയെന്ന് അന്ന് അമീറുൽ ഇസ്ലാം പോലീസിന് ഒരു മൊഴി കൊടുത്തിട്ടുണ്ട്. ആ മൊഴി എങ്ങനെ വന്നതാണ്?
ജിഷയുടെ അമ്മ രാജേശ്വരി പറഞ്ഞപ്പോൾ പ്രേക്ഷകർ കേട്ടതാണ്. അമീർ ഇസ്ലാമിനെ അവർ കണ്ടിട്ട് പോലുമില്ല, ആ ഭാഗത്തേക്ക് പോലും വന്നിട്ടില്ല എന്നുള്ളത് ജിഷയുടെ അമ്മ തന്നെയാണ് പറയുന്നത്. എന്താണ് അന്ന് സംഭവിച്ചത്? അമീർ ഇസ്ലാമിനെ കൊണ്ട് അന്ന് ഇടിച്ച് പോലീസ് അത് പറയിപ്പിച്ചതല്ലേ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അതുമാത്രമല്ല, ആ സമയത്ത് പോലീസ് രേഖാചിത്രം തയ്യാറാക്കിയിരുന്നു. ആ രേഖാചിത്രം തയ്യാറാക്കിയത് ഈ ദൃക്സാക്ഷിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ്. ആ രേഖാചിത്രം കണ്ടപ്പോൾ ഈ അമീർ ഇസ്ലാമോട് യാതൊരു ബന്ധവുമില്ലാത്തൊരു ചിത്രമാണ് വരച്ചിരുന്നത്. അപ്പോൾ അന്ന് പേരിൽ പിടിച്ചിറങ്ങിപ്പോയത് മറ്റാരോ ആണ്. പിന്നെ എങ്ങനെയാണ് അമീർ ഇസ്ലാം പ്രതിയായത്? ഇവിടെ നിയമമാണല്ലോ പറയുന്നത്, അവനാണ് തെറ്റ് ചെയ്തേക്കുന്നത്, അവനാണ് കൊല ചെയ്തേക്കുന്നത്. അമീർ ഇസ്ലാം നിരപരാധിയാണ് എങ്കിൽ അവിടെ അവൻ വരികയോ അവൻ ജിഷയെ ഇന്ന് വരെ കണ്ടിട്ട് പോലുമില്ല എന്നുള്ളതാണ് 2-3 വർഷങ്ങൾക്ക് മുമ്പ് ജയിലിൽ പോയി കണ്ട ഒരാളോട്, ഒരു മനുഷ്യാവകാശ പ്രവർത്തക, ഒരു എഴുത്തുകാരിയുമായിട്ടുള്ള ഒരു സ്ത്രീയോട് ഇവൻ പറഞ്ഞത്, ഒന്നും എൻ്റെ 2 കണ്ണുകൊണ്ട് കാണാതെ, സത്യങ്ങൾ നേരിട്ട് കേൾക്കാതെ എനിക്ക് ഒന്നും വിശ്വസിക്കാൻ. വേരിൽ പിടിച്ച് ഇറങ്ങിപ്പോയി എന്ന ഒരു സാക്ഷിമൊഴി, ആ സാക്ഷിമൊഴി പ്രകാരം വരച്ച ചിത്രത്തിലെ ആ വ്യക്തി ആരാണ്? അത് അമീർ ഇസ്ലാം അല്ല. അപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇതിന്റെയൊക്കെ പിന്നിൽ ആരാണ്? എത്ര ചോദ്യങ്ങളാണ് ഉയർന്നു വന്നിരുന്നത്? ഇപ്പോൾ ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. ചെയ്തിരിക്കുന്നത് അമീർ ഇസ്ലാമാണ്. അമീർ ഇസ്ലാം പ്രതിയാണ്. അമീർ ഇസ്ലാം കുറ്റവാളിയാണ്. അവനെ തൂക്കിക്കൊല്ലണം. ഈ മേർഡറിനോട് ബന്ധപ്പെട്ട് ഇതിന്റെ പിന്നിൽ ഉയർന്നു കേട്ട ഒരുപാട് ചോദ്യങ്ങൾ, ഈ ചോദ്യത്തിനൊക്കെയുള്ള ഉത്തരം ആര് നൽകും? എത്രയോ ക്രൂരമായിട്ടാണ് അമ്മയുടെ മകളുടെ ജീവൻ ആ കൊലപാതകം എടുത്തത്. അത് ഒരാൾക്ക് ചേർന്ന് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് എല്ലാവരും ഒന്ന് പറഞ്ഞിരുന്നത്. ആരോഗ്യമുള്ള മിടുക്കിയായ പെൺകുട്ടിയാണ് ജിഷ. ഒരു ഞരമ്പ് പോലുള്ള ചെറുപ്പക്കാരൻ വിചാരിച്ചാലൊന്നും അവിടെ ഒന്നും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല. കാരണം പറഞ്ഞാൽ 2 വാതിൽ അപ്പുറത്തും ഉണ്ട്. അതെനിക്ക് എപ്പോഴും അവൾക്ക് ഉറപ്പായിട്ടും കനാലിലേക്ക് ചാടാം. അവൾക്ക് ഭയങ്കരമായിട്ട് നിലവിളിക്കാം. ഇല്ലെങ്കിൽ പാപത്തിൽ പിടിച്ച കയ്യിൽ കടിച്ച് പരിക്കേൽപ്പിക്കാം. അവൻ കൈ മാറ്റുന്ന നിമിഷം അവനെ തള്ളിയിടാം. അല്ലെന്നുണ്ട് ഏതെല്ലാം രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ അവൾക്ക് തടസ്സങ്ങൾ സൃഷ്ടിക്കാം. അവൾ മരണപ്പെടുന്ന ഒരു രീതിയിലേക്ക് പോകാൻ വേണ്ടി അവൾ ഒരു കയ്യും കാലും തളർന്ന് അവിടെ ബെഡിൽ ഒരു ബോധമില്ലാതെ കിടന്ന അങ്ങനത്തെ ഒരു അവസ്ഥയൊന്നുമില്ല. ജിഷ മരണപ്പെടുന്ന അന്ന് ഉച്ചയോട് കൂടിയിട്ട് അമീർ ഇസ്ലാം ജിഷയുടെ വീട്ടിലെത്തുന്നു. ശേഷം ജിഷയുമായി വളരെ വലിയ വഴക്കുണ്ടാവുന്നു. ആ വഴക്കിന്റെ അവസാന ഘട്ടങ്ങളിൽ ജിഷ ചെരുപ്പൂരി അമീർ ഇസ്ലാമിന്റെ കരണത്തടിക്കുന്നു. ശേഷം അവിടെ നിന്നും വളരെ ദേഷ്യത്തോടുകൂടി പകയോടുകൂടി ഇറങ്ങിപ്പോയ അമീർ ഇസ്ലാം പെരുമ്പാവൂർ നഗരത്തിലെത്തി മദ്യപിച്ചതിന് ശേഷം ആയുധവുമായി ജിഷയുടെ വീട്ടിലേക്ക് എത്തുകയാണ്. ശേഷം അവരുടെ കഴുത്തിൽ കുത്തി പരിക്കേൽപ്പിക്കുകയാണ്. ഇതിനിടയിൽ അമീർ ഇസ്ലാമുമായിട്ടുള്ള ഒരു മൽപ്പിടുത്തത്തിനിടയിൽ അവൻ ജിഷയെ കടിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ഇതിനൊരു പ്രതിരോധം തീർക്കുന്നതിന്റെ ഭാഗമായിട്ട് ജിഷ തിരിച്ചും കടിച്ചു എന്നുള്ളതാണ് പോലീസ് പറഞ്ഞത്. ശേഷം ഇവൻ കൊണ്ടുവന്ന ആയുധം ജിഷയുടെ കഴുത്തിൽ കുത്തി മുറിവേൽപ്പിക്കുകയാണ്. അങ്ങനെ കഴുത്തിൽ മാരകമായ മുറിവേറ്റോടുകൂടി ഇവൾ വെള്ളം ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ഇവന്റെ കയ്യിൽ കരുതിയിരുന്ന മദ്യം പായിലേക്ക് ഒഴിച്ചു കൊടുത്തു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. വളരെ ക്രൂരമായ പീഡനമുറകൾക്കിടയിൽ അമീർ ഇസ്ലാം ജിഷയെ ബലാത്സംഗം ചെയ്യാൻ വേണ്ടി തുടങ്ങിയാണ്. പക്ഷേ ഇത് നടക്കുന്നില്ല. അതോടുകൂടി അവൻ കയ്യിൽ കരുതിയിരുന്ന ഇരുമ്പിന്റെ ആയുധം അവരുടെ ജനനേന്ദ്രിയത്തിനുള്ളിലേക്ക് കടത്തി മാരകമായിട്ടുള്ള മുറിവുകൾ അവിടെ ഏൽപ്പിച്ച് അടിവയർ നോക്കി ആഞ്ഞ് ചവിട്ടി, ആ ചവിട്ടിൽ ഉള്ളിലെ ആന്തരികാവയവങ്ങളെല്ലാം ഈ ജനനേന്ദ്രിയത്തിലൂടെ പുറത്തു വന്നു എന്നുള്ളതാണ് പോലീസ് പറഞ്ഞത്. ശേഷം അമീർ ഇസ്ലാം ആയുധവുമായി നേരെ വട്ടോളി കനാലിലേക്ക് ഇറങ്ങുന്നു. അവിടെ അവന്റെ ശരീരഭാഗങ്ങൾ വൃത്തിയാക്കിയതിനു ശേഷം അവൻ ഉപയോഗിച്ചിരുന്ന ചെരുപ്പുകൾ അവിടെ ഉപേക്ഷിച്ച് കനാലിൽ നിന്നും പുറത്തു കയറി യാത്രയാവുകയാണ് എന്നുള്ളതാണ് പോലീസ് പറഞ്ഞത്. ജിഷ മദ്യപിക്കുമായിരുന്നു? ഇല്ല. എപ്പോഴെങ്കിലും ബിയറോ അല്ലെ എന്തെങ്കിലും കഴിച്ചതായിട്ട് പറഞ്ഞു കേട്ടോ? ഒരു ചീത്ത സ്വഭാവമില്ല തോച്ച. അങ്ങനെയാണെങ്കിൽ ജിഷയുടെ ബ്ലഡിൽ മദ്യത്തിന്റെ അംശം വന്നു എന്ന് അന്ന് പറഞ്ഞു. അത് ഞാൻ പറയട്ടെ, എന്റെ അയൽക്കത്ത് നിന്ന് പുതിയ വീടിന്റെ അവിടുന്ന് ഒരു ചേച്ചി അവിടെ കൊച്ചു മരിച്ചു കിടന്ന വീട്ടിൽ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. ചേച്ചി, ജിഷയുടെ വായിൽ ആരാ മദ്യം ഒഴിച്ചു കൊടുത്തേന്ന് അറിയാവോ എന്നിങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു. ആ ചേച്ചി എന്റെ വീട്ടിൽ എന്നെ കാണാൻ വന്നപ്പോ എന്റെ ഈ വീട്ടിൽ വെച്ച്, പുതിയ വീട്ടിൽ വെച്ച് എന്നോട് പറഞ്ഞു. അപ്പുറത്തെ വീട്ടിലെ അയാള് എന്നോട് ഇങ്ങനെ പറഞ്ഞു, രാജി കൊലപാതകം ചെയ്യുന്നതിന് തൊട്ട് മുൻപ് ജിഷയുടെ വായിൽ മദ്യം ഒഴിച്ചു കൊടുത്ത് അവളെ മയക്കാൻ ശ്രമിച്ചതാണെന്നുണ്ടെങ്കിൽ അവളുടെ രക്തത്തിൽ ഈ മദ്യത്തിന്റെ അംശം കാണില്ല. അത് മുൻപ്, കുറേയേറെ മുൻപ് അവളിലേക്ക് ആ മദ്യം ചെന്നാൽ മാത്രമേ അവളുടെ ആ ഒരു രക്തത്തിൽ നിന്ന് ആ ഒരു മദ്യത്തിന്റെ അംശം കണ്ടെത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ. വെപ്രാളം കൊണ്ട് വെള്ളം ചോദിച്ചപ്പോൾ വായിൽ മദ്യം ഒഴിച്ചു കൊടുത്തു എന്ന് അങ്ങനെ ഇതിന്റെ ഇടയിലുള്ള ഒരു സംസാര വിഷയവും വരുന്നുണ്ട്. ബലപ്രയോഗത്തിനിടെ ജിഷയുടെ വായിലേക്ക് മദ്യം ഇങ്ങനെ ബലമായി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് അവരുടെ വസ്ത്രത്തിലും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലുമൊക്കെ അല്ലെങ്കിൽ ആ പ്രദേശത്തൊക്കെ തെറിച്ചു വീഴേണ്ടതാണ്. അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. അവിടെ എവിടെ നിന്നും മദ്യത്തിന്റെ ഒരു അംശം പോലും കിട്ടിയിട്ടില്ല. പക്ഷേ ജിഷ മദ്യപിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇതെങ്ങനെയാണ്? അന്ന് ചേച്ചി പുറത്തു പോയിട്ട് വരുമ്പോൾ രാത്രിയായി. അപ്പോഴേക്കും കുഞ്ഞിന്റെ ഈ കുട്ടിയുടെ ജീവൻ പോയിരുന്നു. ചേച്ചി പുറത്തു പോയ സമയത്ത് ഈ കുട്ടി ആരുടെയെങ്കിലും അടുത്തേക്ക് എവിടെയെങ്കിലും ആരെങ്കിലും വിളിച്ചോണ്ട് പോവുകയോ? ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരിടത്തും പോകരുത്, ഇവിടെ തന്നെ ഇരുന്നോളാം, ഞങ്ങൾ പോകില്ല അമ്മയെന്നാണ് എന്റെ പിള്ള പറഞ്ഞത്. അങ്ങനെയൊന്നും വീട്ടിൽ നിന്ന് ഒരു സ്ഥലത്തും പോകില്ല. പേടിയാ കൊച്ചിനെ. എന്നെ വണ്ടി ഇടിച്ചപ്പോൾ തുടങ്ങി എന്ന് പേടിയാ. പക്ഷെ ഇതിനിടയിൽ പറയുന്നുണ്ട് ചെറുന്നത്ത് പോയി, വണ്ടി കയറി പോയി, അങ്ങനെ പല ഇതൊക്കെ കള്ളത്തരങ്ങൾ, മൊഴികളാണ്. ഈ കുട്ടി ഇവൻ അറിയുക പോലും ഇല്ല എന്നാണ്. ഇല്ല, യാതൊരു പരിചയവും ഞങ്ങൾക്കില്ല. നിങ്ങൾക്കില്ല. തെളിവുകൾ ഇവനെതിരെ നിരത്തി ഇവനെ കുടുക്കിയതാവാം എന്ന് പലരും പറയുന്നുണ്ട്. ഇവൻ നിരപരാധിയാണ് എന്നുണ്ടെങ്കിൽ 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാൽ ഒരു അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം പറഞ്ഞാൽ തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം, തെറ്റ് ചെയ്യാത്തവൻ ശിക്ഷിക്കപ്പെടരുത്. അത് ആരായാലും. ചേച്ചി ഇപ്പം എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോൾ എനിക്ക് പനിയുണ്ട്, ഡോക്ടറെ ഒന്ന് കാണണം. പനിയുണ്ട് ഇപ്പോൾ? ആ, നിമോണിയ പനി ഇടയ്ക്ക് വന്നതാ. പകലൊക്കെ മഴ വെയിലും കണ്ടത് എൻ്റെ മോക്ക് വേണ്ടിയിട്ടല്ലേ ഞാനിങ്ങനെ നിൽക്കുന്നത്. എനിക്ക് വേണ്ടി പോലും അല്ല ഞാൻ ജീവിക്കുന്നത്. എൻ്റെ മോക്കടെ ആത്മാവ്, എൻ്റെ പിള്ളേക്ക് എപ്പോഴും പേടിയാ. സന്ധ്യയാവുമ്പോൾ ഒരു കുഞ്ഞു പുഴുവിനെ കണ്ടാൽ പോലും അയാൾ പോവില്ല, ഞാൻ എടുത്ത് കളയാണ്ട്. ഈശമോക്ക്. അപ്പോൾ എൻ്റെ മോളിപ്പോൾ എവിടെയാണ്, ഏത് സ്ഥലത്താണ്, അതിൻ്റെ ആത്മാവും പ്രാണനും
ഞാൻ അതൊക്കെ നോക്കി കിടക്കണം എൻ്റെ പുള്ളി എവിടെയുള്ള എൻ്റെ കൂടെ സംസാരിക്കുക. എപ്പോഴും ഞാൻ മോള് വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ അവക്കടെ കൈ വിരൽ കാല് ഒക്കെ ഇങ്ങനെ തൊട്ട് നോക്കിയൊക്കെ ഇരിക്കുന്ന ആളാണ്. അപ്പോൾ പിന്നെ എൻ്റെ മോളെ എവിടെയുള്ളതെന്നുള്ള ഓർമ്മയും കൊണ്ടാണ് എന്നെ അവൾക്ക് വേണ്ടി മാത്രം ജീവിക്കണതാണ്. ഞാൻ പറഞ്ഞില്ല, ഇത്രയും കാലം എനിക്ക് വേണ്ടി ഞാൻ ജീവിച്ചിട്ടേ ഇല്ല. ഇപ്പം ഞാൻ കുളിച്ചൊക്കെ ഒന്ന് റെഡി ആയി ഡ്രസ്സ് കൊടുക്കുമ്പോഴത്തേക്ക് അതിനും പരാതിയാണ് ആൾക്കാർക്ക്. ഇങ്ങനെ ഒരു കൊടും പാതകം ചെയ്തതിനു ശേഷം കുറച്ചേറെ ദിവസങ്ങൾക്ക് ശേഷം അയാൾ മടങ്ങി ആസാമിലേക്ക് പോവുകയാണ്. ആസാമിൽ എത്തിയതിനു ശേഷം ഇയാളുടെ സിം കാർഡ് മാറ്റുകയാണ്. പുതിയ വേറൊരു സിം കാർഡ് ഈ ഫോണിൽ തന്നെ നിക്ഷേപിക്കുകയാണ്. ഒരാഴ്ചയ്ക്ക് ശേഷം മറ്റാരെയൊക്കെയോ വിളിച്ച് വേറൊരു ജോലി തരപ്പെടുത്തി തഞ്ചാവൂരിലേക്ക് പോകുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇത് പോലീസ് കൃത്യമായി മനസ്സിലാക്കുകയാണ്. പോലീസ് അമീർ ഇസ്ലാമിനെ ഫോണിൽ വിളിക്കുകയാണ്. നീ എവിടെയുണ്ട്? ഇപ്പോൾ ഞാൻ തഞ്ചാവൂരുണ്ട്, അങ്ങനെയെങ്കിൽ നീ അവിടെ തന്നെ നിന്നോ എന്ന് പറഞ്ഞ് നേരെ പോലീസ് അവിടേക്ക് എത്തുകയാണ്. അവിടെ എത്തി ഇവനെ അറസ്റ്റ് ചെയ്ത് ഇങ്ങ് കേരളത്തിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോഴൊന്നും അമീർ ഇസ്ലാം മനസ്സിലാക്കുന്നില്ല അവൻ ജിഷയെ കൊല ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു കേസിന് അവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരികയാണ് എന്നുള്ളതൊന്നും അമീർ ഇസ്ലാം അപ്പോഴൊന്നും മനസ്സിലാക്കുന്നില്ല. പിന്നീട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ജിഷ എന്ന ഒരു പെൺകുട്ടിയെ കൊല ചെയ്തിരിക്കുന്നു, കേരളം മുഴുവൻ അല്ലെങ്കിൽ രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്ന ആ ഒരു പ്രതിയാണ് താന് എന്നുള്ളത് അമീർ ഇസ്ലാം ഏറ്റവും അവസാന നിമിഷമാണ് മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്.